നമസ്തേ, ഞാൻ വി എസ് കൃഷ്ണരാജ്. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു ശുഭദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. അവിട്ടം നാളാണ്, തിരുവോണ പിറ്റേന്നാണ്. അപ്പോൾ ഓണത്തിൻ്റെ ആവേശം ഇങ്ങനെ കുറഞ്ഞു പതിയെ ഇല്ലാതായി തുടങ്ങുകയാണ്. ഏതായാലും ഇന്നും മലയാളികൾ ആഘോഷത്തിമിർപ്പിലായിരിക്കും, ഒരു സംശയവും വേണ്ട. കാരണം തിരുവോണം, ഉത്രാടം ദിവസങ്ങളിലൊക്കെ അവധിയെടുക്കാൻ പറ്റാത്തവരൊക്കെ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്നവരൊക്കെ അവിട്ടം മുതൽ അങ്ങോട്ടൊക്കെ അവധിയെടുത്ത് ആഘോഷത്തിമിർപ്പിലാവുന്ന ദിവസമാണ്. മാത്രമല്ല പ്രധാന കേന്ദ്രങ്ങളിലൊക്കെയും ഓണാഘോഷ പരിപാടികൾ തുടരുകയുമാണ്. കൊല്ലവർഷം 1201 ചിങ്ങം 21 നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിട്ടം നാൾ. 2025 സെപ്റ്റംബർ 6 ശനിയാഴ്ച. രാഹുകാലം രാവിലെ 9:20 മുതൽ 10:51 വരെയാണ്. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങി 5126 വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,459 ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം നടത്തിയ ദിനം മുതൽക്കാണ് കലിദിനം എണ്ണിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ചിങ്ങമാസം 21 തീയതിയാണ്. ശകവർഷക്കണക്കനുസരിച്ച് 1947 ഭാദ്രപദ മാസം 15 തീയതിയാണ്. ഇന്ന് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ മാസം 6 തീയതിയാണ്. ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ ചതുർദശി തിഥിയാണ്. ചതുർദശി തിഥി 1:41 വരെയുള്ള സമയത്ത് ചതുർദശി തിഥിയുണ്ട്. നക്ഷത്രം വരുന്നത് അവിട്ടം നക്ഷത്രമാണ്. രാത്രി 10:55 വരെയുള്ള സമയത്ത് അവിട്ടം നക്ഷത്രമുണ്ട്. കരണം ആനക്കരണമാണ്. 2 മണി ഉച്ച കഴിഞ്ഞ് 2:31 വരെയുള്ള സമയത്ത് ഈ ആനക്കരണം വരുന്നു. നിത്യയോഗം വരുന്നത് അതികണ്ഠനാമ നിത്യയോഗമാണ്. രാവിലെ 11:51 വരെയുള്ള സമയത്താണ് അതികണ്ഠനാമ നിത്യയോഗം. ഞാറ്റുവേല, പൂരം ഞാറ്റുവേല തന്നെയാണ്. ഋതു വർഷ ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:24 അസ്തമയം സംഭവിക്കുന്നു. ഉദയാസ്തമയങ്ങൾ മധ്യകേരളത്തിലേതാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഇത് വടക്കും തെക്കും ദിശകളിലേക്ക് പോകും തോറും ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ദിനമാനം സംഭവിക്കുന്ന 12 മണിക്കൂർ 8 മിനിറ്റ് 22 സെക്കൻഡാണ്. പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം. രാഹുകാലം വരുന്നത് രാവിലെ 9:20 തുടങ്ങി 10:51 വരെയുള്ള സമയത്താണ്. ഗുളികകാലം 6:18 തുടങ്ങി 7:49 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:53 തുടങ്ങി 3:24 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും പൊതുവെ ആകൊണ്ട് വർജ്യങ്ങളായിട്ടുള്ള കാലമാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:58 തുടങ്ങി 12:40 വരെയും, തുടർന്ന് മധ്യത്തിലുള്ള 4 മിനിറ്റ് വർജിച്ച് 12:24 മുതൽക്ക് 12:46 വരെയുള്ള സമയത്താണ് ഈ അഭിജിത് മുഹൂർത്തം. 11:58 മുതൽക്ക് 12:46 വരെയാണ് പറയാറുള്ളത്. ഈ സമയത്ത് മറ്റു മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്ന മിഥുനക്കൂറുകാർക്കാണ്. മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. അവിട്ടം നക്ഷത്രമാണ് എന്നുള്ളത്. ചൗളം നടത്തുക, ഉപനയനം നടത്തുക, അതുപോലെ യുദ്ധാദി കാര്യങ്ങൾ, നൂതനമായിട്ടുള്ള ഗജം, അശ്വം മുതലായിട്ടിൻ്റെ ആരോഹണം അഥവാ നൂതനമായിട്ടുള്ള വാഹനം, ഗൃഹോദ്യാന നിർമ്മാണം, ഇതിനൊക്കെയും അവിട്ടം നക്ഷത്രം അനുകൂലമാണ്. തിഥി വരുന്നത് ചതുർദശി തിഥിയാണ്. അത് അസ്ത്രശസ്ത്രങ്ങൾ ഉണ്ടാക്കുക, മറ്റ് ലോഹ പണികൾ, ഇതിനൊക്കെയാണ് അനുകൂലം. ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം മറ്റ് ശുഭകർമ്മങ്ങൾക്ക് നിഷിദ്ധമായിട്ടുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. പുത്തൻപുലരിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Peanut Butter, a healthy source of protein. വീണ്ടും ചുവടുമാറ്റി ഡൊണാൾഡ് ട്രംപ്. ഭാരതം ചൈനയുടെ പക്ഷത്താണെന്ന് കരുതുന്നില്ലെന്ന്
പ്രതികരണം. നരേന്ദ്രമോദി മഹാനായ നേതാവും സുഹൃത്തും. എതിർപ്പ് റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിലെന്നും ട്രംപ്. റാപ്പർ വേടന് കുടപിടിച്ച് സർക്കാരും പോലീസും. കൂടുതൽ ലൈംഗികാതിക്രമ പരാതികൾ വന്നിട്ടും കുലുക്കമില്ല. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി എത്തിയിട്ടും നടപടിയില്ല. കാന്തപുരത്തിനെതിരെ വ്യാപക പ്രതിഷേധത്തിന് മുസ്ലിം സംഘടന ISM. മുടിയുടെ പേരിൽ വൻ അഴിമതി. നോളജ് സിറ്റി തിരുകേശം തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയതെന്നും ആരോപണം. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് രാജസ്ഥാനിലെ ജോധ്പൂരിൽ തുടരുന്നു. ശതാബ്ദി കാര്യക്രമവും പിന്നാക്ക വിഭാഗങ്ങളെ മുഖ്യധാരയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും പ്രധാന ചർച്ചാ വിഷയങ്ങൾ. നിർണായക ബൈഠക്കിൽ പങ്കെടുക്കുന്നത് വിവിധ ക്ഷേത്രപ്രസ്ഥാനങ്ങളുടെ 320 കാര്യകർത്താക്കൾ. ഇന്ന് 3-ാം ഓണം. അവിട്ടം നാൾ ആഘോഷമാക്കാൻ മലയാളികൾ. പാലക്കാട് പല്ലശ്ശനയിൽ അവിട്ടം തല്ല്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി കൊല്ലം ഫൈനൽ. കാലിക്കറ്റിനെ തോൽപ്പിച്ച് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ മുന്നേറ്റം. വിജയം 15 റൺസിന്. കലാശ പോരാട്ടം നാളെ. US ഓപ്പണിൽ നൊവാക് ജോക്കോവിച്ച് പുറത്ത്. നേരിട്ടുള്ള സെറ്റുകൾക്ക് ജയിച്ചു കയറി കാർലോസ് അൽക്കാരസ്. സീസണിൽ അൽക്കാരസിന്റെ 3-ാം ഗ്രാൻഡ് സ്ലാം ഫൈനൽ. ഈ നല്ല പ്രഭാതത്തിൽ നമുക്കാദ്യം ശബരിമല സന്നിധാനത്തേക്ക് പോകാം. അവിടെ പൊന്നോണ നാളുകളിൽ അയ്യപ്പ ദർശനത്തിന് നിരവധി ഭക്തരാണ് എത്തുന്നത്. ദർശന സുഹൃതം തേടുകയാണ് ഭക്തർ. അവിട്ടം നാളായി ഇന്നും ഭക്തർക്ക് ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. ഓണം പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 9 മണിക്ക് നടയടയ്ക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളിയൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, സന്നിധാനത്താണ്. അയ്യന് മുന്നിൽ അത്തപ്പൂക്കളം. ഇന്ന് അവിട്ടം നാളിലും ഓണസദ്യയുണ്ട്. തിരക്കെങ്ങനെ? കൃഷ്ണരാജ്, ശരാശരിക്കടുത്ത തിരക്കാണ് ഇന്ന് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തിരുവോണം വരെ മലയാളികൾ കൂടുതലായി ഉണ്ടായിരുന്നു. ഇന്ന് അയൽ സംസ്ഥാന ഭക്തജനങ്ങളാണ് കൂടുതലായി കാണുന്നത്. മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഇന്ന് ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ഭക്തജനങ്ങൾ എണ്ണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരാശരിക്കടുത്ത തിരക്കായതുകൊണ്ട് തന്നെ സുഗമമായ ദർശനം ഇന്ന് ഭക്തജനങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. ഇന്നലെയും സുഗമമായ ദർശനം തിരുവോണ നാളിലെത്തിയ ഭക്തജനങ്ങൾക്കും സാധ്യമായി. 18-ാം പടി തൊഴുത് വണങ്ങി എല്ലാ പടികളെയും തൊട്ട് തൊഴുത് കയറി വരാനുള്ള ഒരു ഭാഗ്യം ഇന്നലെ രാവിലെ എത്തിയ ഭക്തജനങ്ങൾക്കും ഇന്നലെ വൈകുന്നേരവുമൊക്കെ ഉള്ള സമയങ്ങളിൽ സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്ക് സാധ്യമായി. സമാനമായി തന്നെ തിടുക്കമൊന്നും കൂടാതെ സാവധാനം ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമാണ് ഇന്ന് അവിട്ടം നാളും. ഉത്രാടം നാൾ മുതൽ സന്നിധാനത്ത് സദ്യ ആരംഭിച്ചിട്ടുണ്ട്. ഓണസദ്യ ഉണ്ട്. ഉത്രാടം നാളിൽ മേൽശാന്തിയുടെ വകയും തിരുവോണം നാളിൽ ദേവസ്വം ജീവനക്കാരുടെയും വകയായിരുന്നുവെങ്കിൽ ഇന്ന്
സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് അയ്യപ്പന്മാരുടെ വകയായാണ് അവിട്ടം നാളിൽ ഓണസദ്യ നടക്കുന്നത്. 5000-ന് മുകളിൽ ഭക്തജനങ്ങൾ ഉത്രാടം നാളിലും തിരുവോണം നാളിലുമായി 2 ദിവസമായി നടക്കുന്ന ഓണസദ്യയിൽ പങ്കെടുത്തു. മുഴുവൻ ഭക്തജനങ്ങളും സന്നിധാനത്ത് ആ സമയം ഉള്ള ഭക്തജനങ്ങൾ എല്ലാവരും ഈ ഓണസദ്യയിൽ പങ്കെടുക്കുന്നുണ്ട്, തിരക്കുണ്ട് എന്നുള്ള കാര്യവുമുണ്ട്. എന്തായാലും സുഗമമായ ദർശനം സാധ്യമാകുന്നു. കാലാവസ്ഥയും രാവിലെ അനുകൂലമാണ്. ഇടവിട്ടുള്ള മഴ ചില സമയങ്ങളിൽ സന്നിധാനത്തുണ്ട്. നല്ല മഴയാണ്, ചില ഇടവിട്ടുള്ള മഴയാണ്, നിർത്താതെ തോരാതെ പെയ്യുന്ന മഴയല്ലാത്തത് കൊണ്ട് തന്നെ പ്രതികൂലമല്ലാത്ത അനുകൂലമായ കാലാവസ്ഥയാണ് രാവിലെ സന്നിധാനത്ത് ഉള്ളത്. അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ അവിട്ടം നാളിൽ കൂടുതലായി എത്തുന്നു. കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമൊക്കെ 2 ദിവസമായി ഉത്രാടം തിരുവോണം ദിവസങ്ങളിൽ കൂടുതലായി എത്തിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ കാണുന്ന കാഴ്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെയുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നുണ്ടോ എന്നുള്ള കാഴ്ചയാണ്. എന്തായാലും സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാകുന്നു എന്നുള്ള കാര്യം സന്തോഷത്തോടു കൂടിയാണ് ഭക്തജനങ്ങൾ 2 ദിവസമായി മലയിറങ്ങുന്നത്. വളരെ തിരക്ക് ഒന്നും കൂടാതെ സാവധാനം, നേരത്തെ പറഞ്ഞതുപോലെ 18-ാം പടി തൊഴുത് വണങ്ങി കയറുക എന്നത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും ആഗ്രഹ പൂർത്തീകരണം നൽകുന്ന ഒരു കാര്യമാണ്. അത് അപൂർവമായി മാത്രമേ സന്നിധാനത്തെ ഭക്തജന തിരക്കൊക്കെ കണക്കിലെടുക്കുമ്പോൾ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ സാവധാനം, തിരക്കൊന്നും കൂടാതെ അയ്യനെ കാണുന്നതിനുള്ള ഒരു ദർശന സൗഭാഗ്യം ഉത്രാടം തിരുവോണം അവിട്ടം ദിവസങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. ഫ്ലൈ ഓവറിൽ നിന്നുള്ള കാഴ്ചയാണ്. ഫ്ലൈ ഓവറും നേരിട്ടുള്ള ദർശനവും ക്രമീകരിച്ചിട്ടുണ്ട്. പൊടിമര ചുവട്ടിൽ നിന്നും ബലിക്കൽ പുര വഴി നേരിട്ട് ദർശനം ക്രമീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ സമാന്തരമായി ഫ്ലൈ ഓവർ മുഖേനയും ഭക്തജനങ്ങൾക്ക് ദർശനം സാധ്യമാക്കുന്നു. സോപാനത്തിന് സമീപത്തു നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. സോപാനത്തിന് അടുത്ത് അയ്യപ്പ ദർശനത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള ഭക്തജനങ്ങളുടെ കാഴ്ചയാണ് കാണുന്നത്. ഫ്ലൈ ഓവറിൻ്റെ പകുതി ഭാഗവും തിരക്കില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന കാഴ്ച സാഹചര്യം തന്നെ ഉണ്ട്. ശരാശരി തിരക്ക് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഫ്ലൈ ഓവർ നോക്കുകയാണെങ്കിലും അതിലും മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാമി ശരണം, എവിടെ നിന്നാണ് വരുന്നത്? நான் திருச்சியை சேர்ந்தவன், தமிழ்நாட்டுக்காரரு. நான் ஒரு 55 வருஷமாக வரேன். எனக்கு வயசு 75 ஆகுது. நான் திருச்சி கணபதி சுப்பிரமணியன். நான் 16 வருஷமாக வந்துட்டுருக்கேன். நல்ல தரிசனம். ஐயப்பன் அருணையால் எல்லாரும் உலகத்தில் எல்லாரும் நல்லபடியாக இருக்கணும் என்று ஐயப்பன் வேண்டிக் கொண்டிருக்கிறேன். ഈ ഫ്ലൈ ഓവർ നോക്കുകയാണെങ്കിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാനം, പ്രത്യേകിച്ച് കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളെയാകും നമുക്ക് കൂടുതലായി കാണാൻ കഴിയുക. എന്തായാലും സുഗമമായ ദർശനം സാധ്യമാകുന്നു എന്നുള്ളത് ഭക്തജനങ്ങൾക്കെല്ലാം വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. 2 ദിവസമായി എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അവരുടെ മുഖത്തു നിന്നെല്ലാം വായിച്ചെടുക്കാൻ കഴിയുന്നത് അങ്ങനെ തിരക്കൊന്നും കൂടാതെ സന്നിധാനത്തെത്തി ദർശനം സാധ്യമാകുന്നതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ്, നിർവൃത്തി തന്നെയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും നിന്നും കാണാൻ കഴിയുന്നത്. സ്വാമി ശരണം, എവിടുന്ന? സ്വാമി ശരണം, എവിടുന്ന? മംഗളപുരം. ഓണാശംസകൾ. എങ്ങനെയുണ്ട് ഓണം നാളുകളിൽ സന്നിധാനത്തെത്തി? അറിയാലേ, മലയാളം അറിയാലേ. കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ്. എന്തായാലും അവരെല്ലാം വലിയ സന്തോഷത്തിൽ തന്നെ 2 ദിവസമായി ഓണം നാളുകളിൽ എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ആ ഒരു ആത്മനിർവൃതിയോടുകൂടി, സന്തോഷ നിർവൃതിയോടുകൂടി തന്നെയാണ് അവരുടെ മലയിറക്കം. സുഗമമായ ദർശനം സാധ്യമാകുന്നതിൻ്റെ സന്തോഷം. ഓണം നാളുകളിൽ അയ്യപ്പ ദർശനം നടത്തുക എന്നുള്ളത് ഏതൊരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്, ആത്മനിർവൃതി നൽകുന്ന കാര്യങ്ങളാണ്. വിശേഷ ദിവസങ്ങളിൽ അയ്യപ്പ സന്നിധിയിൽ ആഘോഷിക്കുക, അയ്യപ്പ ദർശനം നടത്തുക, നല്ല നാളുകൾക്ക് വേണ്ടി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടുക എന്നുള്ളതൊക്കെയുള്ള, അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മസംതൃപ്തിയോടുകൂടി മലയിറങ്ങുന്ന, ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന മുഖങ്ങളെയാണ്, അയ്യപ്പ ഭക്തരെയാണ് സന്നിധാനത്ത് നിന്നും എവിടെ നിന്നും കാണാൻ കഴിയുന്നത്. കൃഷ്ണരാജ്. മിഥുൻ, ഇന്ന് ഓണസദ്യയുണ്ട്. അപ്പോൾ ഈ വരുന്ന ഭക്തരൊക്കെയും ദർശനം കഴിഞ്ഞ് സുഗമമായ ദർശനമാണ്, കാര്യം അങ്ങനെ വലിയ തിരക്കില്ല. അപ്പോൾ അയ്യനെ കണ്ട് ഒന്ന് വണങ്ങി കുറച്ചു നേരം വിശ്രമിച്ച് സദ്യയൊക്കെ കഴിച്ചു മടങ്ങിപ്പോകും. അതാണിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. തിരുവോണ സദ്യയിൽ, അയ്യപ്പ സന്നിധിയുടെ ഓണസദ്യയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഭക്തജനങ്ങൾക്കെല്ലാം സന്തോഷം നൽകുന്ന കാര്യമാണ്, ആത്മസംതൃപ്തി നൽകുന്ന കാര്യമാണ്. ഭക്തിയുടെ പാരമ്യത്തിലാണ് ഈ ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് ഭക്തജനങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ തിരുവോണ സദ്യയും ഓണസദ്യയും ഒക്കെ അയ്യപ്പനോടൊപ്പം അയ്യപ്പ സന്നിധിയിൽ നിന്നും കഴിക്കുക എന്നുള്ളത്, നുകരുക എന്നുള്ളത് ഭക്തജനങ്ങൾക്ക് അത്രയും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഭക്തജനങ്ങളെല്ലാം തന്നെ ഇനി ദർശനം പൂർത്തിയാക്കി ഈ ഓണസദ്യയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കും. 10:30 മുതൽ തന്നെ സദ്യ
ആരംഭിക്കും. 3 ദിവസങ്ങളിലായി 10:30 മുതൽ രാവിലെ 10:30 മുതലുള്ള സമയത്ത് ഓണസദ്യ നടക്കുന്നുണ്ട്. ഉത്രാടം നാളിൽ മേൽശാന്തിയുടെ വകയായി നടന്നു. ഇന്നലെ ദേവസ്വം ജീവനക്കാരുടെ വകയായിട്ടാണ് തിരുവോണ സദ്യ നടന്നത്. ഇന്ന് സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് അയ്യപ്പന്മാരുടെ വകയായി ഓണസദ്യ നടക്കുമ്പോൾ ഈ കാണുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ ദർശനം പൂർത്തിയാക്കി ഓണസദ്യ നടക്കുന്ന മെസ്സിലേക്ക് എത്തുകയും അവിടെ കാത്തിരിക്കുകയും വിഭവസമൃദ്ധമായിട്ടുള്ള ഓണസദ്യ അയ്യപ്പ സന്നിധിയിൽ നുകരുകയും ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും മടങ്ങുക. രാവിലെ എന്തായാലും ആ ഓണസദ്യ നടക്കുന്ന ഹാളിന് മുന്നിൽ വലിയ തിരക്ക് രാവിലെ 9:30 മുതലുള്ള സമയത്ത് അനുഭവപ്പെടുന്നുണ്ട്. വരിയായി ഭക്തജനങ്ങളെ നിർത്തി ഘട്ടം ഘട്ടമായാണ് ഓണസദ്യ നൽകുന്നത്. വിഭവസമൃദ്ധമായ സദ്യ ഭക്തജനങ്ങൾക്ക് നൽകുന്നത്. ആ സദ്യയിലെല്ലാം തന്നെ എത്തുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ കാത്തിരുന്ന് ചിലപ്പോൾ മണിക്കൂറുകളൊക്കെ കാത്തു നിൽക്കേണ്ടി വരും. ഘട്ടം ഘട്ടമായതുകൊണ്ട് തന്നെ അത്രയും സമയമൊക്കെ കാത്തു നിന്ന് ഈ സദ്യയിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഔദ്യോഗികമായ കണക്ക് പ്രകാരം 5000-ന് മുകളിൽ ഭക്തജനങ്ങൾ ഈ 2 ദിവസങ്ങളിലായി, ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും 5000-ന് മുകളിൽ ഭക്തജനങ്ങൾ ഓണസദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അയ്യപ്പ സന്നിധിയിൽ സോപാനത്തിന് സമീപം തലേ ദിവസം ഈ കരിക്കുവെട്ട് ചടങ്ങ് അയ്യപ്പന് മുന്നിൽ നടക്കും. ഈ സദ്യ നടത്തുന്ന ആളുകൾ ഇന്ന് പോലീസ് അയ്യപ്പന്മാരാകുമ്പോൾ പോലീസ് അയ്യപ്പന്മാർ അയ്യപ്പ സന്നിധിയിൽ സോപാനത്തിന് സമീപത്തെത്തി കരിക്കുവെട്ട് ചടങ്ങ് നടത്തി. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് കരിക്കുവെട്ട് ചടങ്ങ് നടത്തി. അതോടൊപ്പം തന്നെ രാവിലെ ഈ ഓണസദ്യ നടക്കുന്ന ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന അയ്യപ്പൻ്റെ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ഈ ഓണസദ്യ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന് ആദ്യ ഓണസദ്യ സമർപ്പിച്ചുകൊണ്ടാണ് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഓണസദ്യയ്ക്ക് തുടക്കമിടുന്നത്. രാവിലെ 10:00 തന്നെ ഈ ചടങ്ങ് ആരംഭിക്കുകയും പിന്നീട് ഭക്തജനങ്ങൾക്ക് സദ്യ വിളമ്പുകയും ഒക്കെ ചെയ്യും. എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം, പങ്കാളിത്തം ഈ ഓണസദ്യയിൽ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും തിരക്കൊന്നും കൂടാതെ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൂടുതലായി എത്തുന്ന ദിവസമാണ് ഈ അവിട്ടം നാൾ മുതൽ ഉള്ള ദിവസങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാളികപ്പുറങ്ങളൊക്കെ കൂടുതലായി എത്തുന്നുണ്ട്. സ്വാമി ശരണം, ഇവിടുന്ന് സ്വാമി ശരണം ചെന്നൈയിലിരുന്ന് വരും. മലകയറ്റമൊക്കെ എങ്ങനെ பார்த்துட்டோம். இருமுடி கட்டி வந்து பார்த்துட்டோம். சந்தோஷமாக இருந்தது சுவாமியை பார்த்தது. ரொம்ப திருப்தியாக இருந்தது தர்ஷன். ஓணம்க்கு அதுக்கும் வந்திருந்ததுனால ரொம்ப சந்தோஷமாக இருந்தது. ரொம்ப சந்தோஷம். ഈ മാളികപ്പുറങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും 2 ദിവസങ്ങളായി എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്, ആത്മനിർവൃതിയുണ്ട്. സന്തോഷത്തോടു കൂടി തന്നെയാണ് അവരുടെ മല ഇറക്കമൊക്കെ. നാളിലും ഓണസദ്യയുണ്ട്. ഭക്തർ അവിടേക്ക് എത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഓണം ഭക്തി നിർഭരമായി ആഘോഷിക്കുകയാണ് സന്നിധാനമാകെ. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി. കൂടുതൽ ലൈംഗിക അതിക്രമ പരാതികളിലും റാപ്പർ വേടന് സംരക്ഷണമൊരുക്കുകയാണ് സർക്കാരും പോലീസും. ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിനൊപ്പം ലൈംഗിക അതിക്രമം നേരിട്ടതായി വെളിപ്പെടുത്തി 2 യുവതികൾ കൂടി മുഖ്യമന്ത്രിക്ക് ഇമെയിലായി പരാതി അയച്ചിരുന്നു. ഈ പരാതികളിലും ഇതുവരെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. വിവരങ്ങൾ നൽകുകയാണ് ജിജീഷ് കരുണാകരൻ. ജിജീഷ്, അതായത് പരാതികൾ നിരവധി വരുന്നു, പക്ഷേ ഒരു നടപടിയിലേക്കും പോകുന്നില്ല. അതായത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി ഇമെയിൽ വഴി അയച്ചിട്ട് പോലും മിണ്ടാട്ടമില്ല, കണ്ടെന്ന് നടിക്കുന്നുമില്ല, അല്ലേ? കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ് ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. നേരിട്ട് ലഭിച്ച പരാതിയിൽ പോലും വേടനെ പോലെ ഒരാൾക്ക് സംരക്ഷണം ഒരുക്കുന്നു. നിരന്തരമായ ലൈംഗിക അതിക്രമ പരാതികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകൾ ഉയർത്തുന്നു. അവർ പല കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറാണ്. പോലീസ് ശക്തമായ അന്വേഷണത്തിനും തങ്ങൾക്ക് സംരക്ഷണം നൽകാനും തയ്യാറുണ്ട് എങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആളുകളുടെ പരാതികളിൽ പോലും ശക്തമായ നടപടിയെടുക്കാതെ ഇഴഞ്ഞു നീങ്ങുന്ന അല്ലെങ്കിൽ വേടനെ സംരക്ഷിക്കുന്ന ഹിരൺദാസ് മുരളി എന്ന വേടനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. 2 പരാതികളാണ്. ഏറ്റവും ആദ്യം ജൂലൈ 31 നൽകിയ പരാതിയിൽ ഏറ്റവും ഒടുവിൽ സെപ്റ്റംബറിൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെയും നീട്ടിക്കൊണ്ടുപോയ അതേ പോലീസ് സംവിധാനങ്ങൾ, അതേ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഇമെയിലായി ലഭിച്ച 2 പരാതികളിലും ഇത്തരത്തിൽ തന്നെ നടപടികൾ എടുക്കാതെ കാത്തിരിക്കുന്നത്. അതിലൊന്നിൽ സെൻട്രൽ പോലീസ് തുടർ നടപടികൾ എടുത്തു എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ഇതുവരെ ഈ യുവതികളുടെ മൊഴി അല്ലെങ്കിൽ പരാതി നൽകിയ ഇതിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് കൂടുതൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് അന്വേഷണ സംഘം അവകാശപ്പെടുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട മൊഴി പോലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. 2 പരാതികളിലും ഗുരുതരമായ ആരോപണങ്ങളാണ് വേടനെതിരെ ഉയർന്നിട്ടുള്ളത്. സമാനമായ എങ്ങനെയാണോ യുവ ഡോക്ടറെ നിരന്തരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് 2021 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ, ഒരു ഓഗസ്റ്റിൽ തുടങ്ങി 2023
മാർച്ച് വരെ നീണ്ട ആ ഒരു ലൈംഗിക പീഡനത്തിൻ്റെ ചൂഷണത്തിൻ്റെ ഒരു നീണ്ട കാലയളവിൽ ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അവിടെ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം വേടന് കിട്ടുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അറസ്റ്റ് യാതൊരു തരത്തിലും പോലീസ് കോടതി തടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പോലീസിന് തുടർ നടപടികൾ സ്വീകരിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ബലാത്സംഗ കേസുകളിൽ ഒരിക്കലും പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം DGP അടക്കം നൽകിയെന്ന് ആവർത്തിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് 2 യുവതികൾ പരാതി നൽകിയത്. അത് കഴിഞ്ഞ മാസമാണ്. കഴിഞ്ഞ മാസം 18-നാണ് ഇവരുടെ പരാതികൾ ലഭിച്ചതായി വിവരങ്ങൾ പുറത്തു വന്നത്. അന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയെ തങ്ങൾക്ക് നേരിട്ട് കാണാൻ താല്പര്യമുണ്ട്, നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിയോട് തന്നെ പല കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വിശദമായി തന്നെ ഈ പരാതികൾ നൽകാനുണ്ട്, ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞാണ് തങ്ങളെ വിളിച്ചു വരുത്തിയത്. ആദ്യത്തെ യുവതിയെ ലൈംഗിക ചൂഷണം നടത്തിയത് സമൂഹ മാധ്യമത്തിൽ വന്ന ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് കോഴിക്കോട് മാവൂരുള്ള ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക പീഡനം ബലാത്സംഗം നടത്തിയത് എങ്കിൽ മറ്റ് 2 പെൺകുട്ടികളെ ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, സംസാരിക്കാനുണ്ട് എന്ന പേരിലാണ് വേടൻ വിളിച്ചു വരുത്തിയത്. ലൈംഗികാതിക്രമം അത്തരത്തിൽ നടത്തുകയും ചെയ്തിരിക്കുന്നത്. തങ്ങൾക്ക് നേരിട്ട ദുരനുഭവവും പല ഘട്ടങ്ങളിലും അവർ പരാതികളായി ഉയർത്തിയിരുന്നു. എന്നാൽ നേരിട്ട് പരാതി നൽകാൻ തയ്യാറാകുന്നത് ആദ്യമായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലും, കാരണം പോലീസ് പലപ്പോഴും പറഞ്ഞിരുന്നത് കൂടുതൽ പരാതികൾ ഉണ്ടോ എന്ന് അറിയില്ല, ആരും പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല, ഒരു പരാതി പോലും നേരിട്ട്, അതായത് യുവ ഡോക്ടർ നൽകിയ പരാതിക്കപ്പുറം മറ്റൊരു പരാതിയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന കാര്യമായിരുന്നു അന്വേഷണ സംഘം വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 2 പരാതികൾ ലഭിക്കുന്നു. ആ പരാതികളിൽ 2020-21 കാലഘട്ടത്തിൽ തങ്ങളും ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്ന് 2 പെൺകുട്ടികൾ, വ്യത്യസ്തരായ 2 പെൺകുട്ടികൾ അവരുടെ പരാതികൾ, പല ഘട്ടങ്ങളിലായി തങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടതിൻ്റെ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദമായ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകുന്നു. കാരണം മുഖ്യമന്ത്രി ആണ് അവിടെ നടപടി എടുക്കേണ്ടത്, മറ്റൊരു സ്ഥലത്ത് നിന്ന് തങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അത്തരമൊരു പരാതി നേരിട്ട് ഇമെയിലായി മുഖ്യമന്ത്രിക്ക് നൽകാൻ തയ്യാറായത്. എന്നാൽ അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാർ സംവിധാനങ്ങളോ ഒരു നിർദ്ദേശവും പോലീസിന് ഇക്കാര്യത്തിൽ നൽകിയിട്ടില്ല. കർശനമായ നടപടികളിലേക്ക് കടക്കാനോ ഇവരുടെ മൊഴി രേഖപ്പെടുത്തി അവർക്ക് പരാതിയിൽ എന്താണ് പറയാനുള്ളത്, എവിടെയെല്ലാം വെച്ചാണ് ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ളത്, അങ്ങനെയെങ്കിൽ അവിടെ തെളിവ് ശേഖരണം നടത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് വേടൻ. വലിയ ഒരു പിന്തുണ പല ഭാഗങ്ങളിൽ നിന്ന് ആർജിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അത്തരത്തിൽ കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വേടനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേസ് തേച്ചു മാച്ച് കളയുക എന്നത് വേടനെ പോലെ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നേരത്തെ ഹൈക്കോടതിയിൽ അതിജീവിതയുടെ അഭിഭാഷകനും വാദിച്ചത് അതുതന്നെയായിരുന്നു. വേടന് മുൻകൂർ ജാമ്യം നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ആൾ പുറത്തിറങ്ങി നടക്കുന്ന സാധ്യതകൾ ഉണ്ടാവുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അന്വേഷണം തടസ്സപ്പെടുത്താനായിരിക്കും അയാൾ ആദ്യം ശ്രമിക്കുക, സാക്ഷികളെ സ്വാധീനിക്കാനായിരിക്കും ആദ്യം ശ്രമിക്കുക. കൂടുതൽ ലൈംഗിക അതിക്രമ കേസുകളിലും പരാതികളിലും വേടനെതിരെ നടപടിയെടുക്കാൻ മടിക്കുകയാണ് സർക്കാരും പോലീസും. മുഖ്യമന്ത്രിക്ക് ഇമെയിലിൽ നേരിട്ട് പരാതികൾ വന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് രാജസ്ഥാനിലെ ജോധ്പൂരിൽ തുടരുന്നു. സംഘത്തിന്റെ ശതാബ്ദി കാര്യക്രമങ്ങൾ, ദേശീയ വിദ്യാഭ്യാസ നയം, പിന്നാക്ക ജനവിഭാഗത്തെ മുഖ്യധാരയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്നീ 3 വിഷയങ്ങളാണ് ബൈഠക് ചർച്ച ചെയ്യുക. RSSന്റെയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പരിവാർ സംഘടനകളുടെയും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന 320 പേർ ബൈഠക്കിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, പറയൂ. കൃഷ്ണരാജ്, RSSന്റെ അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് ഇന്നലെ തുടക്കമായിരുന്നു. രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് ബൈഠക്ക് ആരംഭിച്ചത്. ഇന്നും നാളെയും 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈഠക്കിൽ 320ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. RSSന്റെയും ഒപ്പം RSSന്റെ പരിവാർ സംഘടനകൾ BMSഉം വിദ്യാർത്ഥി പരിഷത്തും സേവാഭാരതിയും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പരിവാർ സംഘടനകളുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരും ഉൾപ്പെടെ 320 പ്രതിനിധികൾ, 32 സംഘടനകളിൽ നിന്നായി 320 പ്രതിനിധികൾ ബൈഠക്കിൽ പങ്കെടുക്കുന്നു. സംഘടനാ തലത്തിലുള്ള തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് RSSന്റെയും വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള കൂടിയാലോചനകളാണ് സമന്വയ ബൈഠക്കിൽ ഉണ്ടാവുക. ഈ സമന്വയ ബൈഠക്കിൽ പ്രധാനമായും 3 വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളത് ബൈഠക്കിന് മുൻപേ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേദ്കർ വ്യക്തമാക്കിയിരുന്നു. അതിലൊന്ന് സംഘത്തിന്റെ ശതാബ്ദി കാര്യക്രമമാണ്. സംഘം 100 വർഷം തികയ്ക്കുന്ന സാഹചര്യത്തിൽ സമാജത്തിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങുന്നതിനും സമാജ പരിവർത്തനത്തിന് പഞ്ചപരിവർത്തൻ
പരിവർത്തൻശീൽ എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾ ശതാബ്ദി കാര്യക്രമങ്ങളുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ, കൂടാതെ ദേശീയ വിദ്യാഭ്യാസ നയം പിന്നാക്ക വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന്, പ്രത്യേകിച്ച് വനവാസി വിഭാഗങ്ങൾക്കിടയിൽ ഉൾപ്പെടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഈ 3 വിഷയങ്ങളാണ് ശതാബ്ദി കാര്യക്രമം, ദേശീയ വിദ്യാഭ്യാസ നയം, പിന്നാക്ക വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനം. ഈ 3 വിഷയങ്ങളിലാണ് സംഘത്തിൻ്റെ അഖില ഭാരതീയ സമന്വയ ബൈഠക്കിൽ പ്രധാനമായും ചർച്ചയുണ്ടാവുക. അതുകൂടാതെ തന്നെ വിവിധ പ്രത്യേക വിഷയങ്ങൾ ABVPയും ഭാരതീയ മസ്ദൂർ സംഘവും കൂടാതെ ഭാരതീയ കിസാൻ സംഘ്, വനവാസി കല്യാണാശ്രമം, സക്ഷമ, വിദ്യാഭാരതി എന്നീ സംഘടനകൾ പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങൾ ഈ സമന്വയ ബൈഠക്കിൽ അവതരിപ്പിക്കും. അത്തരത്തിൽ വിവിധ മേഖലകളിൽ സംഘത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള കൂടിയാലോചനകളും ചർച്ചകളുമാണ് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടക്കുന്ന അഖില ഭാരതീയ സമന്വയ ബൈഠക്കിൽ ഉണ്ടാവുക. ശതാബ്ദി കാര്യക്രമം സംബന്ധിച്ച് വിപുലമായ കാര്യപദ്ധതി സംഘത്തിന് മുൻപിലുണ്ട്. അത് സംബന്ധിച്ചൊരു 3 ദിവസത്തെ പ്രഭാഷണ പരമ്പര സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ഡൽഹിയിൽ നടത്തിയിരുന്നു. അതിലും ഊന്നിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാഭ്യാസ നയം തന്നെയാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം സാക്ഷരത നൽകുക എന്നുള്ളതല്ല, ഒരു മികച്ച വ്യക്തിയെ, നല്ല ഗുണങ്ങളുള്ള വ്യക്തിയെ വാർത്തെടുക്കുക എന്നുള്ളതാകണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അതിന് പ്രാധാന്യം നൽകണം. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊളോണിയൽ സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കണം തുടങ്ങിയിട്ടുള്ള പ്രസ്താവനകൾ ഈ പ്രഭാഷണ പരമ്പരയിലും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് നടത്തിയിരുന്നു. കൂടാതെ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും RSSൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം ആ പ്രഭാഷണ പരമ്പരയിൽ വിശദീകരിച്ചു. ആദ്യ ദിനത്തിൽ ഒറ്റ വാക്കിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് എന്താണ്, സംഘത്തെക്കുറിച്ച് പുതുതായി ഒന്നും സമാജത്തോട് പറയാനില്ല. ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനവും ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും ഭാരത് മാതാവിൻ്റെ സ്വന്തം രാജ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടിയും ആയിരിക്കും എന്ന പ്രതികരണമാണ് ആ പ്രഭാഷണ പരമ്പരയുടെ തുടക്കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിൽ ഇതുവരെ 100 വർഷം വരെയുള്ള RSSൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനി മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഒരു പ്രഭാഷണ പരമ്പരയിലൂടെ സർസംഘചാലക് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ജോധ്പൂരിൽ ഇന്നലെയും ഇന്നും നാളെയും 3 ദിവസങ്ങളായി നടക്കുന്ന സമന്വയ ബൈഠക്കിൽ RSSൻ്റെയും പരിവാർ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പഞ്ചപരിവർത്തൻശീൽ മുൻനിർത്തി ഈ ശതാബ്ദി വർഷത്തെ കാര്യപരിപാടികൾ കൂടിയാലോചനയുമാണ് പ്രധാനമായും സമന്വയ ബൈഠക്കിൽ നടക്കുന്നത്. ബൈഠക്കിൻ്റെ സമാരോഹ സെക്ഷനിൽ, ഏറ്റവും അവസാനത്തെ സെക്ഷനിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് മാർഗനിർദ്ദേശം നൽകും. ഇന്നലെ മോഹൻ ഭഗവതും കൂടാതെ സർ കാര്യവാഹ് ദത്താത്രേയ ഹൊസബളയും ചേർന്നുകൊണ്ട് ഭാരത് മാതാ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു ബൈഠക്കിന് തുടക്കമായത്. ശരി, RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് രാജസ്ഥാനിലെ ജോധ്പൂരിൽ തുടരുകയാണ്. ഇന്നത്തെ പരിപാടികളുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. നവിട്ടനാളാണ്, തിരുവോണം കഴിഞ്ഞതേ ഉള്ളൂ. ഓണം എങ്ങോട്ടേക്കും മടങ്ങിപ്പോയിട്ടില്ല. വലിയ ആഘോഷമാണ് നാടെങ്ങും. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ആഘോഷിക്കാൻ പറ്റാത്തവർ ഇന്നും നാളെയും ഒക്കെയായി ഓണാഘോഷത്തിൽ അമരും. വീടുകളിൽ ഇന്നും സദ്യവട്ടമൊരുങ്ങും. നഗരങ്ങളിലും നാട്ടിൻ പ്രദേശങ്ങളിലുമൊക്കെ പലയിടങ്ങളിലായി വിവിധ ഓണാഘോഷ പരിപാടികൾ നടക്കും. അങ്ങനെ ഏതായാലും ഇന്നും നാളെയും ഒക്കെ ഓണ ആഘോഷ തിമിർപ്പിൽ തന്നെയാകും നമ്മുടെ മലയാളക്കര എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു അതിഥി ചേരുകയാണ് ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. പ്രഥമ കലാഭവൻ മണി പുരസ്കാര ജേതാവ്, പ്രശസ്ത മിനി സ്ക്രീൻ താരം, നാടൻ പാട്ടു കലാകാരൻ. അതെടുത്തു പറയണം, കാരണം നാടൻ പാട്ടുവേദികളിലെ സജീവ സാന്നിധ്യമാണ് സന്തോഷ് ബാബു വെഞ്ഞാറമൂട്. സന്തോഷ്, സ്വാഗതം. ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. താങ്ക് യു. അപ്പോൾ നമുക്ക് ഓണവിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഈ ഓണത്തിൽ സന്തോഷ് ബാബു എങ്ങനെ അത് ആഘോഷിച്ചു? ഇനിയും ആഘോഷം തുടരുന്നുണ്ടോ? ഓണവിശേഷങ്ങൾ. ഓണവിശേഷം എല്ലാ ദിവസവും പ്രോഗ്രാമുണ്ട്. 2-3 പ്രോഗ്രാമൊക്കെയാണ്. ഇന്നും പ്രോഗ്രാമുണ്ട്. 31-ാം തീയതി മുതൽ എൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇനി 12-ാം തീയതി വരെ കണ്ടിന്യൂ പ്രോഗ്രാമാണ്. എനിക്ക് തിരുവനന്തപുരം സാരഥി ഫോക്ക് ബാൻഡ് എന്ന് പറയുന്ന ഒരു നാടൻ പാട്ട് സംഘമുണ്ട്. മണിക്കിലുക്കം എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. പ്രോഗ്രാമൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നിറയെ പ്രോഗ്രാമായിട്ട് വളരെ സന്തോഷമായിട്ട് ഈ ഓണനാളുകളിൽ മുന്നോട്ട് പോകുന്നു. സന്തോഷ് ബാബു, അപ്പോൾ നമുക്കൊരു ഓണപ്പാട്ടിൽ തുടങ്ങിയാലോ? അപ്പോൾ തീർച്ചയായിട്ടും. ഇത്താം തെയ്താര തക തെയ് തകതാര, ഇത്താം തെയ്താര തക തെയ്യത്തിനും താര, അത്തം പൂത്തിറങ്ങി താര അഞ്ഞാഴിപ്പൂ വിരിഞ്ഞേ, ചിത്തിര കതിരു കണ്ടേ താര ചന്ദിരം പൂക്കും പോലെ, അത്തം പൂത്തിറങ്ങി താര അഞ്ഞാഴിപ്പൂ വിരിഞ്ഞേ, ചിത്തിര കതിരു കണ്ടേ താര ചന്ദിരം പൂക്കും പോലെ, ഇത്താം തെയ്താര
തക തെയ്തകതാര ഇത്താം തെയ്താര തക തെയ്യത്തിനും ധാര ചെമ്മാനപ്പൂവിരിപ്പിൽ പണ്ടുത്തരാടം പിറന്നേ ഉത്തരാടക്കളത്തേലെത്തും മാവേലി തമ്പുരാനേ ചെമ്മാനപ്പൂവിരിപ്പിൽ പണ്ടുത്തരാടം പിറന്നേ ഉത്തരാടക്കളത്തേലെത്തും മാവേലി തമ്പുരാനേ എന്തെല്ലാം കാഴ്ചയുണ്ട് താര കണ്ടൊന്നു തന്തോയിപ്പാം ഇത്താം തെയ്താര തക തെയ്തകതാര ഇത്താം തെയ്താര തക തെയ്യത്തിനും ധാര. സന്തോഷ് ബാബു, മനോഹരം. താങ്ക് യു. അപ്പോൾ ഈ ഉത്സവവേദികളാണ് പ്രധാനമായും നമുക്ക് മുന്നിൽ എപ്പോഴും ഉള്ളത്. സർക്കാർ പരിപാടികളുണ്ടാവും, സാംസ്കാരിക പരിപാടികൾ വേറെ ഉണ്ടാവും, ഒക്കെ ശരി തന്നെ. പക്ഷേ ജീവിതം അത് മുന്നോട്ട് പോകുന്നു. വർഷങ്ങളായി എനിക്ക് സന്തോഷ് ബാബുവിനെ അറിയാം. ഉത്സവവേദികളിൽ പ്രേക്ഷകർക്കൊപ്പം സംവദിച്ച് പാട്ടുപാടി അവരെ അതിലേക്കടുപ്പിച്ച് എത്ര വർഷമായി ഇങ്ങനെ തുടരുന്നു എന്ന് വ്യക്തമായി എനിക്കറിയാം. ഈ ഉത്സവപ്പറമ്പുകളിൽ പാടുമ്പോഴുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് തത്സമയം അവരെ മുന്നിൽ നിർത്തി അവരെ കയ്യിലെടുക്കുന്ന ഒരു വിദ്യ, അതെങ്ങനെയാണ്? ഞാൻ 90% മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ് പാടുന്നത്. ഇപ്പോൾ കൃഷ്ണരാജേട്ടൻ പറഞ്ഞുകൊണ്ട് ഓണപ്പാട്ട് പാടി എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെ പാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യാറ്. മണിച്ചേട്ടൻ്റെ പാട്ട് പാടുമ്പോൾ കിട്ടുന്നൊരു വൈബ് അത് വേറെയാണ്. കാര്യം ഏത് പാട്ട് നമ്മളിപ്പോൾ പുതിയ മണിച്ചേട്ടൻ പാടിയ ഇടക്കാലത്തൊക്കെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പൊക്കെ പാടിയ പാട്ടുകളൊക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ഓഡിയൻസ് ചോദിക്കുന്നത് കണ്ണിമാങ്ങ പ്രായത്തിൽ ചാലക്കുടി ചന്തയ്ക്ക് ഓടേണ്ട. അപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ രീതികൾ മനസ്സിലാക്കി അതൊന്നും അദ്ദേഹത്തോട് അത്രയും നമുക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു ശതമാനമെങ്കിലും നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതെൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ജനങ്ങൾ തരുന്ന ആ ഒരു സ്നേഹം, അത് എന്നോടുള്ള സ്നേഹമല്ല, അത് മണിച്ചേട്ടനോടുള്ള സ്നേഹമാണ്. ശരി, കലാഭവൻ മണി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇതിഹാസമാണ്. തീർച്ചയായിട്ടും ഒരു ചുരുങ്ങിയ കാലം കൊണ്ട്, അങ്ങനെ തന്നെ പറയേണ്ടി വരും, കാരണം അകാല മരണമായിരുന്നല്ലോ. അതെ, ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി പ്രേക്ഷകരെ ആകെ എതിർപ്പില്ല, ഒരാൾക്കും കലാഭവൻ മണിയോട് എതിരഭിപ്രായമില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടനായി, ഒരു കലാകാരനായി സ്റ്റേജുകളിലൊക്കെ നിറഞ്ഞാടി, അതായത് അഭിനയത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ നിൽക്കുമ്പോഴും വേദികളെ മറക്കാത്ത, വന്ന വഴി മറക്കാത്ത ഒരാളെന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹം ഏറെ പരിഗണിക്കപ്പെട്ട. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ കലാഭവൻ മണിയുടെ പാട്ടുകൾ ആവർത്തിച്ച് പാടുമ്പോൾ ഉള്ളു നിറയെ ആ കലാകാരൻ തന്നെയാണോ? തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണ് കലാഭവൻ മണിയെ പിന്തുടരണം എന്ന് തോന്നിയത്? അതായത് ഞാൻ ഒരു മിമിക്രി കലാകാരനാണ്. ഞാൻ മിമിക്രിയിലൊക്കെ നിൽക്കുന്ന സമയത്താണ് മണിച്ചേട്ടൻ മലയാള സിനിമയിലേക്ക് ഇങ്ങനെ നാടൻ പാട്ടൊക്കെ പാടി ഹൈപ്പായിട്ട് വരുന്നതും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി, അദ്ദേഹത്തെ അനുകരിക്കണമെന്ന് തോന്നി. അങ്ങനെ ചെറുതായി അനുകരിച്ച് വന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊരു മിമിക്രി കലാകാരനാണെങ്കിലും നാടൻ പാട്ട് കലാകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാനാണ് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ കുടുംബം ജീവിച്ചു പോകുന്നത്. ശരി, അപ്പോൾ ഇപ്പോഴും അനുകരണം ഉണ്ട്? തീർച്ചയായിട്ടും. ആരെയൊക്കെ? ഇപ്പോൾ മിമിക്രിയിൽ കുറേ ഐറ്റങ്ങളൊക്കെ ചെയ്യും, പക്ഷേ കൂടുതൽ അങ്ങോട്ട് ഈ ഇമിറ്റേഷനിലേക്ക് പോകാറില്ല. മണിച്ചേട്ടൻ്റെ പാട്ട് പാടുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമുക്ക് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് കേൾക്കാം. തീർച്ചയായിട്ടും. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിൻ്റെ കൊട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ, പെണ്ണിൻ്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കല്ലാക്കിൻ്റെ കച്ചോടം, പെണ്ണിൻ്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കല്ലാക്കിൻ്റെ കച്ചോടം, അന്നത്തെ ചന്തല കച്ചവടം പെണ്ണിൻ്റെ കൊട്ടല മീനായി, അന്നത്തെ ചന്തല കച്ചവടം പെണ്ണിൻ്റെ കൊട്ടല മീനായേ, ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിൻ്റെ കൊട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മണികിലുക്കം അല്ലേ പുതിയ പരിപാടി? മണിക്കിലുക്കം. അത് ഈ സീസണിൽ തുടങ്ങുന്നതാണോ അതോ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നില്ല?
കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമിൻ്റെ പേര് മണിച്ചിലമ്പെന്നായിരുന്നു. മണിയെ വിടില്ല. ഇല്ലല്ല, അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞൊരു കാര്യമാണല്ലോ. ഇപ്രാവശ്യത്തെ പ്രോഗ്രാമിൻ്റെ പേരാണ് മണിക്കിലുക്കം. നിങ്ങളുടെ സമിതിയിൽ എത്ര പേരാണുള്ളത്? ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ ഏകദേശം 17 പേരോളം ഉണ്ട്. പിന്നെ മൊത്തം ക്രൂ 29 പേരാണ്. ശരി. അപ്പോൾ ഈ വെഞ്ഞാറമൂട് എന്നൊരു സ്ഥലപ്പേര് കൂടി സന്തോഷ് ബാബുവിൻ്റെ പേരിനൊപ്പമുണ്ട്. വെഞ്ഞാറമൂട് അതുല്യ കലാകാരന്മാരുടെ കേന്ദ്രമായി മാറുകയാണ്. വെഞ്ഞാറമൂട് സുരാജുണ്ട്, അതിനുശേഷം എനിക്ക് തോന്നുന്നു നോബിയും വെഞ്ഞാറമൂടുകാരനാണെന്ന് തോന്നുന്നു. യെസ്. അപ്പോൾ അതിനുശേഷം സന്തോഷ് ബാബു ഉണ്ട്. വേറെ ഒത്തിരി കലാകാരന്മാരുടെ ഒരു കേന്ദ്രമാണ്. അല്ലെങ്കിൽ തന്നെ വർഷങ്ങളായി ഈ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്, ഗ്രാമമാണ് വെഞ്ഞാറമൂട് എന്നത്. അപ്പോൾ ഈ വെഞ്ഞാറമൂട് പേരിനൊപ്പം വരുമ്പോൾ ഉണ്ടാകുന്നൊരു അഭിമാനം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അത് നമ്മൾ എവിടെ ചെന്നാലും, ഞാനൊക്കെ നേരത്തെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പ്രോഗ്രാമിന് എന്നിട്ട് കുറച്ച് പേരൊക്കെ ഒന്ന് പരിചയപ്പെടുമ്പോൾ എവിടെ ആ സ്ഥലമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെഞ്ഞാറമൂടാണെന്ന് പറയാം. അപ്പോൾ അടുത്ത ചോദ്യം സുരാജിൻ്റെ വീടിൻ്റെ അടുത്താണോ എന്നാണ് അവർ ചോദിക്കുന്നത്. വെഞ്ഞാറമൂടിനെ ഇത്രയും ഹൈപ്പാക്കിയത് സുരാജണ്ണൻ തന്നെയാണ്, അതിൽ യാതൊരു തർക്കവും. ഈ കലാഭവൻ മണിയുടെ പാട്ടുകൾ ഇങ്ങനെ തുടരെ പാടുമ്പോൾ അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു വേദിയിൽ പാടിയേ തീരൂ എന്ന് സ്വയം തീരുമാനിക്കുന്ന പാട്ട് ഏതാണ്? ഇപ്പോൾ എവിടെ ചെന്നാലും എല്ലാവരും ആവശ്യപ്പെടുന്ന പാട്ട് മിന്നാമിനിങ്ങാണ്. എന്നാലും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പാടുന്ന പാട്ട് എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി എന്ന് തുടങ്ങുന്ന പാട്ട്. പാടൂ. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. ഓലക്കുടിലിൻ്റെ ഓമന ചന്തത്തിൽ ആടിപ്പാടും കുയിലാളാണ്, ഓലക്കുടിലിൻ്റെ ഓമന ചന്തത്തിൽ ആടിപ്പാടും കുയിലാളാണ്. മറയത്തിരിക്കണ മാനാണ് നല്ല തങ്കം കടഞ്ഞുള്ള മെയ്യാണ്, മറയത്തിരിക്കണ മാനാണ് നല്ല തങ്കം കടഞ്ഞുള്ള മെയ്യാണ്. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. സന്തോഷ് ബാബു, വെഞ്ഞാറമൂട്. സന്തോഷ്, ഈ കലാഭവൻ മണി പ്രഥമ കലാഭവൻ മണി പുരസ്കാരം കിട്ടിയത് സന്തോഷ് ബാബുവിനാണ്. അതെ. ഈ കലാഭവൻ മണിയുടെ ജീവിതത്തെ പിന്തുടരുന്ന സസൂക്ഷ്മം നിരീക്ഷിച്ചാലേ ഇങ്ങനെയൊക്കെ കലാഭവൻ മണിയെ പോലെ പാടാൻ പറ്റും. ആ തൊണ്ടയുടെ ഒരു ഇടർച്ച പോലും അതേപടി വരുത്താൻ ശ്രമിക്കുന്നുണ്ട് സന്തോഷ് ബാബു. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ കലാഭവൻ മണി എന്ന കലാകാരനിലേക്ക് എത്തിപ്പെട്ടത്? അതായത് അദ്ദേഹത്തെ പിന്തുടരാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതേപടി പാടാൻ ഒക്കെ കാരണമായത് എന്താണ്? ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹത്തെ നേരിട്ട് കാണുക എന്നുള്ളതായിരുന്നു. അങ്ങനെ എനിക്കൊരു അദ്ദേഹത്തെ നേരിട്ട് കാണാനും, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ട് നിർത്തിയത് ഞാൻ ഗുരുതുല്യനായി കാണുന്ന സുരാജ് വെഞ്ഞാറമൂടാണ്, സുരാജണ്ണനാണ്. നമ്മുടെ വെഞ്ഞാറമൂട്ടിലൊരു അഡ്വക്കേറ്റ് വെഞ്ഞാറമൂട് രാമചന്ദ്രൻ നാടകോത്സവം നടക്കുന്ന വേദിയിൽ ഒരു ഇയർ മണിച്ചേട്ടൻ വരികയും അന്ന് മണിച്ചേട്ടനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഞാനൊരാഗ്രഹം പറഞ്ഞപ്പോൾ നേരെ വിളിച്ച് എന്നെ സ്റ്റേജിൽ കയറ്റി മണിച്ചേട്ടൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനാണ് എന്നെ വിളിച്ച് കയറ്റിയത്. പക്ഷേ ഞാൻ മൈക്ക് ഇങ്ങനെ പിടിച്ച് വാങ്ങിക്കും പോലെ വാങ്ങിച്ച് ഞാൻ 2 വരി പാടി. പിന്നെ മണിച്ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് ചേട്ടൻ വാങ്ങിച്ചിട്ട് ഞാൻ പാടി അതേ പാട്ട് ചേട്ടൻ പാടി. എന്നിട്ട് ചേട്ടൻ തന്നെ മൈക്ക് എൻ്റെ ഇങ്ങനെ ചേർത്ത് വച്ചിട്ട് എൻ്റെ കൂടെ പാടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാടി. എന്നിട്ട് ചേട്ടൻ ഓഡിയൻസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കറക്റ്റല്ലേ സൗണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. അതിനുശേഷം ഞാൻ മണിച്ചേട്ടനെ തിരുവനന്തപുരത്ത് 1-2 ഉദ്ഘാടന പരിപാടിക്ക് ഞാൻ കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹം മരിക്കുന്ന കാലം വരെയും വലിയൊരു അടുപ്പവും ആത്മബന്ധമായിരുന്നു. ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു, പാടിയിൽ പോകാറുണ്ടായിരുന്നു. അങ്ങനെ 1000 ഓർമ്മകൾ എനിക്കുണ്ട് ചേട്ടനെക്കുറിച്ച് പറയാൻ. അപ്പോൾ അത്രയും വലിയൊരു ഭാഗ്യം എനിക്ക് ഉണ്ടാക്കി തന്നത് സുരാജ് വെഞ്ഞാറമൂടും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ സജി വിവിയുമാണ്. ശരി. അപ്പോൾ ഈ അന്ന് ആ വേദിയിൽ ഫോട്ടോ എടുക്കാനെന്ന വ്യാജേന അതെ കടന്ന് എന്ന് മൈക്ക് തട്ടിപ്പിടിച്ച് പാടിയ ആ പാട്ടുണ്ടല്ലോ, കലാഭവൻ മണി ഒപ്പം പാടിയ പാട്ട്, അതെ, അത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. പാടാമോ? പിന്നെന്താ. ആ പാട്ട് ഇങ്ങനെയാണ്.
തെക്കേപ്പുറത്തെ പ്ലാവും എൻ്റെ ഒപ്പേ വരിക്ക ചക്കുണ്ട്. ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നോപ്പേ. ചക്ക മുറിച്ചിടണുണ്ട്, കൈത്തുണ്ടൻ കാട്ടിടണുണ്ട്, എന്നോടങ്ങിടൻ്റെ ഒപ്പേ ചെല്ലാനേ. ഇതാണ് ആ പാട്ട്. ശരി, അപ്പോൾ മിന്നാമിനും കൂടി. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാ നീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാ നീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. സന്തോഷ് ബാബു, ഇനി മിനി സ്ക്രീൻ വിശേഷങ്ങൾ പറയും. തീർച്ചയായും. ഞാൻ ഒരുപാട് ചാനൽ ഷോയിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു. പിന്നെ ഞാൻ ഷോർട്ട് മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പ്രീമിയർ പത്മിനി എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു നോബി. കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പേർ തുടരെ കണ്ടിരുന്ന ഒരു സീരീസ് ആണത്. തീർച്ചയായിട്ടും. അനൂപ് ബാഹുലേൻ അല്ലേ? അതെ, അനൂപ് ബാഹുലേൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ് ഡയറക്ടർ. നോബി, അസീസ്, അഖിൽ കവലയൂർ, അങ്ങനെ കുട്ടിയകിൽ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ വന്നത് ഭയങ്കരമായിട്ട് വൈറലായി. അതിനുശേഷം പിന്നെ ഈ ഷോർട്ട് മൂവിയൊക്കെ ചെയ്യുന്നവർ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ക്രിക്കറ്റ് എപ്പിസോഡാണെന്ന് തോന്നുന്നു. ക്രിക്കറ്റ് എപ്പിസോഡ്. ഞാനിതുപോലെ ഒരു മഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ട് പെട്ടെന്ന് നമ്മൾ, അതായത് വെഞ്ഞാറമൂട്ടിൽ പിരപ്പംകൂട് എന്ന് പറയുന്നൊരു ക്ഷേത്രം, മത്തനാട്, അവിടെ വെച്ച് ഷൂട്ട് ചെയ്യണം. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ 4:30 മണിയായി. 5:30 മണിക്ക് അമ്പലത്തിൽ റെക്കോർഡിടും. അപ്പോൾ അതിന് മുമ്പ് ഷൂട്ട് ചെയ്ത് തീർക്കണം. അങ്ങനെ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ചെയ്തൊരു എപ്പിസോഡാണ്. പക്ഷേ അത് ഭയങ്കരമായി ഹൈപ്പായി. അതെനിക്ക് ഒരുപാട് ബ്രേക്ക് തന്നു. അതിനുശേഷം കുറച്ച് വെബ് സീരീസിൽ ഞാൻ അഭിനയിച്ചു. അതിലിപ്പോൾ അടുത്തിടയ്ക്ക് ഞാൻ അഭിനയിച്ച വെഞ്ഞാറമൂട് ടാക്കീസിൻ്റെ തൂക്കുകയർ എന്ന ഷോർട്ട് മൂവിയിലൊരു നെഗറ്റീവ് ക്യാരക്ടർ ഞാൻ ചെയ്തു. അതിനെനിക്ക് തിലകൻ പുരസ്കാരം കിട്ടി. അത് മലയാളത്തിൻ്റെ പുണ്യമായ ഡയറക്ടർ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആ അവാർഡ് ഏറ്റുവാങ്ങിയത്. ആ സന്തോഷവും കൂടി ഈ നിമിഷത്തിൽ ഞാൻ പങ്കുവയ്ക്കുന്നു. ശരി സന്തോഷ് ബാബു, ഇനി കലാഭവൻ മണിച്ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 3-4 പാട്ടുകൾ തുടരെ പാടിക്കോളൂ. തീർച്ചയായിട്ടും. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി, ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടിൽ കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ, വയറ് കത്യാളി എൻ്റെ കൊടല് കത്തണുമാ, പ്രാണം വെടഞ്ഞിട്ട് ദൈവേ ഓണം പാഴാർക്കണുമാ. അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുവെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചിപ്പറയാറില്ലേ. ഉമ്പായി കുച്ചാണ്ട് എൻ്റെ പാണം കത്തണുമാ, വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. കുഞ്ഞിനാളിലച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ
പാടുമ്പോൾ ഓർമ്മയിൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിടും. എൻ മുഖം നോക്കി ചിരിച്ചുകൊണ്ട് അച്ഛൻ ചൊല്ലിടും, എൻ മണിക്കുട്ട നീ എൻ്റെ ജീവനാണടാ. ഇക്കൊല്ലം നമുക്ക് ഓണലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ. കുട്ടേട്ടൻ നമുക്ക് കുടപ്പീറപ്പല്ലേ, കുട്ടേട്ടനില്ലാത്തൊരോണം വേണ്ട. തണ്ടും തടിയും പോയി ആളും മേലിഞ്ഞില്ലേ, തണ്ടലോടിഞ്ഞ് മുതുകും പോയി. മേപ്പുര നോക്കി ഡപ്പല്ലേ കുട്ടേട്ടൻ, കുഞ്ഞത്തൂനാശിച്ചിട്ടെന്താ കാര്യം. നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനെ മറയുന്ന സൂര്യൻ. ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. ഏതോ ഒരു കർക്കിടരാവ്, ഉണ്ണാതുറങ്ങുന്ന രാവ്. അന്നല്ലേ പെണ്ണു ചിരുത വേദനയോടെ പെറ്റവനെ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. ആ ഓർമ്മകൾ പോയി മറഞ്ഞു, എൻ്റെ ചേട്ടൻ്റെ പാട്ടുകൾ നിന്നു. ആ രാത്രി പേരറിയാത്തോർ പാടി തകർത്തു അകത്തു വന്നേ. കണ്ണടച്ചുറങ്ങുമെൻ ചേട്ടനെ കൊന്നു കൊല വിളിച്ചെൻ്റെ ദൈവേ. കണ്ണടച്ചുറങ്ങുമെൻ ചേട്ടനെ കൊന്നു കൊല വിളിച്ചെൻ്റെ ദൈവേ. ശരിയാണ്, 6 അടി മണ്ണിൽ ഉറങ്ങുകയാണ് അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ നക്ഷത്രം. ഒരുപക്ഷെ ഇന്ന് ടെലിവിഷൻ ഓൺ ചെയ്ത് വെച്ച് മറ്റ് ജോലികളിൽ സദ്യ ഒരുക്കൽ ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ അവരൊക്കെ ടെലിവിഷൻ സ്ക്രീനിലേക്ക് നോക്കുന്നില്ലെങ്കിൽ കലാഭവൻ മണി വന്നിരുന്ന് പാടുന്നു എന്ന് തോന്നുന്നുണ്ടാകും, ഉറപ്പാണ്. മാത്രമല്ല, അങ്ങനെ ഒരു അനശ്വര കലാകാരനെ, ആർക്കും എതിരഭിപ്രായമില്ലാത്തൊരു അതുല്യ നടനെ ഈ 10-20 മിനിറ്റ് കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കൽ കൂടി തിരിച്ചെത്തിച്ച സന്തോഷ് ബാബു വെഞ്ഞാറമൂട് പ്രഥമ കലാഭവൻ മണി പുരസ്കാര ജേതാവാണ്. നിറയെ പാട്ടുകൾ ഇനിയും പാടാനുണ്ട്. ഇതൊന്നും ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നുമില്ല, പക്ഷേ സമയപരിമിതി ഉള്ളതുകൊണ്ട് നമുക്കിന്ന് പുത്തൻ പുലരി അരമണിക്കൂർ നേരത്തെ അവസാനിപ്പിക്കണം. അപ്പോൾ വളരെ സന്തോഷം വീണ്ടും സന്തോഷ് ബാബുവിനെ കാണാനായതിൽ. ഇനിയും എത്രയെത്ര വേദികൾ പിന്നിട്ടാലും അവസാനിക്കാത്തൊരു ജൈത്രയാത്രയായി സന്തോഷ് ബാബുവിൻ്റെ സംഘത്തിൻ്റെ കുതിപ്പുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി ഓണാശംസകൾ സന്തോഷ് ബാബു വെഞ്ഞാറമൂട്. അതോടൊപ്പം ജനം ടി വിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ 1000 ഓണാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു. ഇനി ക്രിക്കറ്റ് ആവേശത്തിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിനെതിരെ ആധികാരിക വിജയവുമായി കൊല്ലം സെയിലേഴ്സ് KCLന്റെ ഫൈനലിൽ കടന്നു. 10 വിക്കറ്റിന്റെ വിജയമാണ് കൊല്ലം നേടിയത്. ഇത് തുടർച്ചയായ 2ാം തവണയാണ് കൊല്ലം ഫൈനലിലെത്തുന്നത്. ആദ്യ വർഷം ചാമ്പ്യന്മാരായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത തൃശൂർ 17.1 ഓവറിൽ 86 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊല്ലം 10ാം ഓവറിൽ ലക്ഷ്യത്തിലെത്തി. അമൽ ഏജിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. തൃശൂർ ടൈറ്റൻസിനെ തകർത്തതിൽ നിർണായക പ്രകടനം കാഴ്ചവെച്ച താരങ്ങളാണ് അമൽ ഏജിയും ഭരത് സൂര്യയും. ഇരുവർക്കുമൊപ്പം M. നിഖിൽകുമാറിന്റെ റിപ്പോർട്ട്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മോടൊപ്പം സെമിയിലെ ടീമിൻ്റെ വിജയശില്പികളായ അമൽ ഏജിയും ഭരത് സൂര്യയും ചേരുന്നുണ്ട്. അമൽ, വീണ്ടും ഒരു മത്സരത്തിൽ കൂടി ടീമിനെ വിജയിപ്പിക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. നമ്മളൊരു ടീമായിട്ടാണ് കളിച്ചത്, ഇൻഡിവിജ്വലായിട്ടല്ല. നമ്മുടെ ക്യാപ്റ്റൻ എന്താണോ പറഞ്ഞത് നമ്മൾ അതുവേണ്ടി ചെയ്തു കൊടുത്തു. കറക്റ്റ് ഒരു പ്ലാനിൽ പോയി നമ്മൾ വിചാരിച്ച സാധനം നമ്മുടെ കയ്യിലോട്ടെത്തി. മാച്ച് എൻജോയ് ചെയ്തു. അതുകൊണ്ട് റിസൾട്ട് നമുക്ക് അനുകൂലമാണ്. ഭരത്, 2 മത്സരങ്ങളിൽ മാത്രമാണ് അവസരം കിട്ടിയത്. കിട്ടിയ അവസരം കൃത്യമായി വിനിയോഗിച്ചു.
അത് നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. കാരണം അങ്ങനത്തെ കോമ്പറ്റീഷനാണ്, ഹെൽത്തി കോമ്പറ്റീഷനാണ്. കാരണം നമ്മൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് കിട്ടുന്ന അവസരത്തിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്താൽ നമുക്ക് ഈ ടീമിൽ സ്ഥാനമുള്ളൂ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലത്തെ ഒരു പ്ലെയറിന് ഒരു ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് കൊണ്ടുവരുന്നത്. കാരണം 9 മാച്ച് വെയിറ്റ് ചെയ്തിട്ട് ഒരു അവസരത്തിന് ഈ അവസരം യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ സപ്പോർട്ട് സ്റ്റാഫ്, നമ്മുടെ എല്ലാവരുടെയും ഈ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത് അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. വിഷ്ണു വിനോദിന് പകരമാണ് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്തുന്നത്. അല്ല, സത്യം പറഞ്ഞാൽ വിഷ്ണുചേട്ടനാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ടൂർ ഇറങ്ങാമെന്ന് പറഞ്ഞത്. പുള്ളി തന്നെയാണ് ഈ മെയിനായിട്ട് എന്നെ ഓപ്പണിംഗ് ഇറക്കണമെന്ന് പറഞ്ഞ് ഇതാക്കിയത്. പുള്ളിയും ശ്രീബായും കൂടെ തന്നെയാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സാക്രിഫൈസ് തന്നെയാണ്. ഇപ്പോൾ പുള്ളിക്ക് അതിൻ്റെ ആവശ്യമില്ല. പുള്ളി ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു പ്ലെയറിന് ആ ഒരു സ്ലോട്ട് മാറേണ്ട ആവശ്യമില്ല. പക്ഷേ ആസ് എ സീനിയർ പ്ലെയർ ഒന്ന് സപ്പോർട്ട് ടീമിൻ്റെ ആവശ്യം കൂടെ ഉള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാമെന്നുള്ള രീതിയിൽ പുള്ളി തന്നെയാണ് എന്നെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ടീമിൻ്റെ ഒരു വിജയം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു സൗഹൃദവും നമ്മുടെ ആ സപ്പോർട്ടും തന്നെയാണ് നമ്മളെ ഇതുവരെ നമ്മളിങ്ങനെ എത്തിച്ചത്. സെമി ഫൈനലിൽ ഒരു 10 വിക്കറ്റ് വിജയം എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന ആത്മവിശ്വാസം വളരെ വലുതല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസം, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കളികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു അനാലിസിസ് നടത്തിയപ്പോൾ നമ്മുടെ ഒരു ഫീൽഡിൻ്റെ അകത്തുള്ള എനർജിയിൽ കുറവുണ്ടെന്ന് നമ്മളത് എല്ലാവരും പറഞ്ഞ് സമ്മതിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത മാച്ചസ് തൊട്ട്, അത് ടീം മീറ്റിങ്ങിൽ പറഞ്ഞിട്ട് അടുത്ത മാച്ചസ് തൊട്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തണം. കാരണം ഇതല്ല ഏരീസ് കൊല്ലം സ്റ്റീലേഴ്സ്, ഇങ്ങനെയല്ല നമ്മൾ കളിച്ചുകൊണ്ടിരുന്നതെന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടായി. അതിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കണം. അതിൽ തന്നെയാണ് ആ മാറ്റം വരുന്നത്. കാരണം ഇതിൽ ഒരു അതിശയമില്ല. കാരണം നമ്മൾ ആ രീതിയിലാണ് നമ്മൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി തന്നെയാണ് നമ്മൾ ഫൈനലിൽ കയറാൻ ഉദ്ദേശിക്കുന്നത്. അമൽ, ഞാൻ ടീമിൻ്റെ ഓണപരിപാടിക്ക് വന്ന സമയത്ത് അമൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ബാഹുബലി എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അതെ, ടീമിലൊരു ശക്തനായ ആൾ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ വിശ്വസിക്കുന്നു, നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പോയ കളി നമ്മൾ വടം വലിച്ച് കൊണ്ടുവരുന്ന എന്ന രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് ചെയ്യാൻ പറ്റി, അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പറ്റി. വേട്ടക്കാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തി. ഞാൻ വിക്കറ്റ് അങ്ങ് നോക്കാറില്ല. നമ്മൾ എന്താണ് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യുക. ഓൾമോസ്റ്റ് നമുക്കൊരു പ്ലാൻ ഉണ്ട്, അതിനനുസരിച്ച് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. വിക്കറ്റിനെ പറ്റി നോക്കിയിട്ടില്ല, അത് തന്നെയാണ് പ്ലാൻ. ഒരു മത്സരത്തിൽ 10 വിക്കറ്റിൻ്റെ ജയം, ഒപ്പം ഇത് എതിരാളികളെ ഒരു 90 റൺസിന് താഴെ പുറത്ത് ഓൾ ഔട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് ഫൈനലിലേക്ക് വരുമ്പോൾ. തീർച്ചയായിട്ടും ഇതൊരു എൻ്റെ 2ാമത്തെ സീസണാണ്. ഇതിനകത്ത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ശ്രീശാന്തേട്ടനായാലും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ബ്രദർഹുഡാണ്, നമ്മളൊരു ഫാമിലിയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആളല്ല, ഒരു ടീമിനകത്തുള്ള ഒരു 18 പേരും നമ്മൾ സഹോദരങ്ങൾ പോലെയാണ്. അപ്പം നമുക്കറിയാം ഇത് എന്താണ് ചെയ്യേണ്ടത്. ഇതുവരെ കളിച്ചതൊരു നമ്മുടെ ഫുൾ സ്ട്രെങ്തിലല്ല കളിച്ചത്. അപ്പോൾ നമ്മൾ തിരിച്ച് ആ ഒരു സ്ട്രെങ്തിലോട്ട് ഞങ്ങളുടെ സ്ട്രെങ്ത് വിശ്വസിക്കുന്നു. ബാക്കി റിസൾട്ട് പുറകെ വരും, അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ്, അതായത് ടീമിനേക്കാൾ ഉപരി ഒരു കുടുംബം എന്ന നിലയിലാണ് തങ്ങൾ കളിക്കുന്നത് എന്ന് തന്നെയാണ് ഏരീസ് കൊല്ലം സീരീസ് പറയുന്നത്. ഫൈനലിന് മുന്നോടിയായി ഇന്നത്തെ വിജയം ടീമിന് നൽകുന്ന ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും രഞ്ജിത്തിനൊപ്പം എം നിഖിൽകുമാർ, ജനം. അങ്ങനെ കൊല്ലം ഫൈനലിലെത്തി. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായിരുന്നു. ഈ വർഷവും ഫൈനലിൽ ഇടം പിടിക്കുകയാണ്. കരുത്തുറ്റ ടീമാണ്. ഒരുപക്ഷെ സച്ചിൻ ബേബിയും വിഷ്ണു വിനോദും അഖിൽ എം എസും ഒക്കെ ചേരുന്ന ഒരു കരുത്തുറ്റ നിര. അതിൽ ഈ യുവാക്കൾ കൂടി ചേരുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കൂടുകയാണ്. അതായത് പകരക്കാരുടെ ബെഞ്ച് പോലും വളരെ സ്ട്രോങ് ആണ് എന്ന് തെളിയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ മത്സരം. മറുവശത്ത് കൊച്ചിയാണ് എതിരാളി കൊല്ലത്തിന് ഫൈനലിൽ. അവിടെ സഞ്ജു സാംസൺ ഉണ്ടാകില്ല. പക്ഷേ ആ ടീം ഇപ്പോഴും സഞ്ജുവിൻ്റെ അഭാവത്തിലും കരുത്തുറ്റതാണെന്ന് തെളിയിക്കുന്നതാണ് ഇന്നലത്തെ സെമിയിലെ വിജയം. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 15 റൺസിന് തോൽപ്പിച്ചാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് KCL ഫൈനലിലേക്ക് മുന്നേറിയത്. ഫൈനലിൽ കൊല്ലം സെയിലേഴ്സാണ് ബ്ലൂ ടൈഗേഴ്സിൻ്റെ എതിരാളികൾ. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കാലിക്കറ്റിന് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് മാത്രമാണ് എടുക്കാനായത്. കൊച്ചിക്കായി ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും തിളങ്ങിയ മുഹമ്മദ് ആഷിഖാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ തിരുകേശ വിവാദം സജീവമാവുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ തിരുകേശ വിവാദത്തിൽ കേരളത്തിൽ ഉടനീളം പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം സംഘടനയായ ISM. മുടിയുടെ പേരിൽ കാന്തപുരം നടത്തുന്നത് വൻ സാമ്പത്തിക തട്ടിപ്പാണ്. ഈ തട്ടിപ്പിലൂടെയാണ് നോളജ് സിറ്റി ഉണ്ടാക്കിയതെന്നും അങ്ങനെ നിരവധി വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് മുസ്ലിം സംഘടനയായ ISM.
കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ബോഡി വേസ്റ്റാണ് കാന്തപുരത്തിന്റെ കൈകളിൽ ഉള്ളത് എന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയത് നാം കാണുകയുണ്ടായി. വലിയ ഒരു ഷോപ്പിംഗ് കേന്ദ്രവും അതേപോലെ തന്നെ ഒരു വലിയ സിറ്റിയും അദ്ദേഹം രൂപീകരിക്കുന്നത് ഈ സാമ്പത്തിക സമാഹരണങ്ങൾക്ക് ശേഷമാണ് എന്നതിൽ നിന്ന് തന്നെ ഈ മതപരമായ ആശയങ്ങളെ ചൂഷണം ചെയ്ത് സമുദായത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ച് നമുക്ക് ബോധ്യം വരേണ്ടതുണ്ട്. ഒറ്റക്കെട്ടായി സമുദായം അതിനെ എതിർത്തു. ഇസ്ലാമിക സമൂഹത്തെ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ വൈകാരികതയാണ്. പ്രവാചകനോടുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്യാനുള്ള ഈ ശ്രമത്തെ അനുവദിച്ചു കൊടുക്കാനാവില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം അതാണ്, പാരമ്പര്യം അതാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നുണ്ട്. അനഘ, എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് ആ പ്രതികരണത്തിന് പിന്നിലെ ബാനറാണ്. വ്യാജമുടി എന്നാണ് പറയുന്നത്, കൃത്യമായി പറയുകയാണ്. അതായത് പ്രവാചകൻ എന്ന വൈകാരികതയെ ചൂഷണം ചെയ്യുന്നു കാന്തപുരവും സംഘവും, വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു, അതുകൊണ്ട് നോളജ് സിറ്റി ഉണ്ടാക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ്. ഹലോ 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 അത് തന്നെയാണ് കൃഷ്ണരാജ്, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ISM എന്ന് പറയുന്ന മുജാഹിദ് സംഘടന ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ പ്രവാചന പ്രകീർത്തന സദസ്സിൽ വെച്ച് തന്റെ കൈവശമുള്ള പ്രവാചകന്റെ മുടി, ആ മുടി 1/2 സെന്റിമീറ്റർ വളർന്നു എന്നൊരു പ്രസ്താവന നടത്തിയത്. ഇതിന് പിന്നാലെയാണ് പല മുസ്ലിം സംഘടനകളും രംഗത്ത് വന്നത്. അവർ വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് മുജാഹിദ് സംഘടനയായ ISM തന്നെ പറയുന്നത് ഇത്തരത്തിൽ വ്യാജമുടി എന്ന് പറയുന്നത് കൃത്യമായി കാന്തപുരം നടത്തുന്ന ഒരു തട്ടിപ്പാണ്. മതത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് കാന്തപുരം തിരുകേശ തട്ടിപ്പ് നടത്തുന്നത് എന്നതാണ്. മാത്രമല്ല, അവർ ഇന്നലെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോഴിക്കോട് താമരശ്ശേരിയിൽ കാന്തപുരം ഒരു നോളജ് സിറ്റി, ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ സ്കൂളുകളും ഒക്കെ ആയിട്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരു വലിയ ഈ പ്രസ്ഥാനം, ഈ കാന്തപുരം നോളജ് സിറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കാന്തപുരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കാന്തപുരം ഈ പ്രസ്ഥാനങ്ങളൊക്കെ, ഈ നോളജ് സിറ്റി കാന്തപുരം പണി കഴിപ്പിച്ചത് തിരുകേശ തട്ടിപ്പിലൂടെ ലഭിച്ചിരിക്കുന്ന പണം കൊണ്ടാണ് നോളജ് സിറ്റി പണി കഴിപ്പിച്ചത് എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ISM എന്ന മുജാഹിദ് സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ തട്ടിപ്പിലൂടെയാണ് കാന്തപുരം പണം ഉണ്ടാക്കുന്നത് എന്നുകൂടി ഈ സംഘടന പറഞ്ഞു വെക്കുന്നുണ്ട്. 2012 തന്റെ കൈവശം ഇത്തരത്തിൽ പ്രവാചകന്റെ മുടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം രംഗത്ത് വരുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള മുടിയായാലും നഖമായാലും അതൊക്കെ തന്നെ പ്രവാചകന്റെ ആണെങ്കിൽ പോലും അതൊക്കെ തന്നെ ബോഡി വേസ്റ്റ് ആണ് എന്നാണ് അന്ന് ഈ CPM സെക്രട്ടറി ആയിരുന്ന ഈ പിണറായി വിജയൻ അന്ന് പറഞ്ഞിരുന്നത്. അതും വലിയ രീതിയിലുള്ള ചർച്ചയും വിവാദവും ഒക്കെ തന്നെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് കാന്തപുരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങളൊന്നും നടത്തിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം കാന്തപുരം തന്റെ കൈവശമുള്ള മുടി 1/2 സെന്റിമീറ്റർ വളർന്നു എന്ന് പ്രവാചക കീർത്തന സദസ്സിൽ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളോട് പറയുന്ന സാഹചര്യമുണ്ടായി. ഇതോടെയാണ് കൃത്യമായി ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് സംഘടനകളൊന്നുമല്ല, ഈ മുസ്ലിം സംഘടനകൾ, മുജാഹിദ് സംഘടനകൾ, സുന്നി സംഘടനകൾ ഒക്കെ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നത്. മാത്രമല്ല, ISMന്റെ നേതൃത്വത്തിൽ ഈ കേശത്തട്ടിപ്പ്, തിരുകേശ തട്ടിപ്പ്, മുടി തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ കേരളത്തിലുടനീളം വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് ISM എന്ന് പറയുന്ന മുജാഹിദ് സംഘടനകൾ ഇനി ഉണ്ടാവുക. വരും ദിവസങ്ങളിൽ ആ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കും എന്നുകൂടി ISM പറയുന്നുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുകേശ തട്ടിപ്പ് അത് സമൂഹത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഇത്തരത്തിൽ തനിക്കെതിരെ കൃത്യമായി ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഈ പരാമർശങ്ങളും അതുപോലെ തട്ടിപ്പ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും ഈ വിഷയത്തിൽ കാന്തപുരം ഇതുവരെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത് പ്രവാചകന്റെ മുടിയാണെങ്കിൽ അതിന് തെളിവ് എവിടെ എന്നാണ് ഈ സംഘടനകളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ തെളിവ് നിരത്താനോ ഈ വിഷയത്തിൽ പ്രതികരണം നടത്താനോ ഇതുവരെ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വന്നിട്ടില്ല എന്നതാണ്. എന്തായാലും അനഘ, ഈ വിമർശനങ്ങളിലൂടെ, പ്രതിഷേധ പരിപാടികളിലൂടെ ഈ തിരുകേശ വിവാദത്തിനപ്പുറം ചില തട്ടിപ്പുകൾ കൂടി ഉണ്ടെന്ന് കാട്ടാനും കാന്തപുരത്തെ തുറന്നു കാട്ടാനുമുള്ള ശ്രമമാണോ ISM നടത്തുന്നത്?
കൃഷ്ണരാജ്, തീർച്ചയായും അതായത് ഇത്രയും ദിവസം ഇത്തരത്തിൽ തിരുകേശ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് പോലും ഈ കാന്തപുരം നോളജ് സിറ്റി, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് വലിയൊരു ഇത്തരത്തിലൊരു വലിയ സ്ഥാപനം, അവിടെ കോളേജുണ്ട്, ഷോപ്പിംഗ് മാളുണ്ട്, അങ്ങനെ വലിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് മറ്റ് ആളുകൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അങ്ങനെയുള്ള ഒരു വലിയ സ്ഥാപനം ഈ നോളജ് സിറ്റി കാന്തപുരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് ഏറെക്കാലമൊന്നും ആയിട്ടില്ല ഈ നോളജ് സിറ്റി പണി കഴിപ്പിച്ചത്. അത്ര വലിയ ഈ നോളജ് സിറ്റി പോലുള്ള കോടാനുകോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു നോളജ് സിറ്റി ഒക്കെ പണി കഴിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കാന്തപുരം നോളജ് സിറ്റി പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടാണ് എന്ന് പരസ്യമായി തന്നെ പറയുകയാണ് ISM എന്ന മുജാഹിദ് സംഘടന എന്നതാണ്. അതായത് കാന്തപുരം നടത്തുന്ന ഈ തിരുകേശ തട്ടിപ്പ്, ആ തട്ടിപ്പിന്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ തട്ടിപ്പിലൂടെ മതത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് കാന്തപുരം പണം ഉണ്ടാക്കുന്നു, വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. അതുവഴിയാണ് ഇത്തരത്തിലുള്ള നോളജ് സിറ്റികൾ പോലുള്ളവ കാന്തപുരം പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റ് സംഘടനകളൊന്നുമല്ല, ഇവരോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന മുസ്ലിം സംഘടനകൾ തന്നെയാണ്, മുജാഹിദ് സംഘടനകൾ തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ച് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കാന്തപുരം തിരുകേശ തട്ടിപ്പ്, ഒരു തട്ടിപ്പിന്റെ കഥ, ഒരു തട്ടിപ്പിന്റെ വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. കൃഷ്ണരാജ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോ ചാൻസലറായ കേരള ഡിജിറ്റൽ സർവകലാശാല നിർവഹണ ഏജൻസിയായ ഗ്രാഫീൻ ഉൽപാദന പദ്ധതി നടത്തിപ്പിൽ കോടികളുടെ ക്രമക്കേട്. പദ്ധതി നടത്തിപ്പിന് അനുവദിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടായ 237 കോടിയോളം രൂപ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കൈമാറിയത് വ്യക്തമായ മാർഗരേഖകൾ ഇല്ലാതെയാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, എന്താണ് ഈ ക്രമക്കേട്? വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ ഗ്രാഫീൻ ഉൽപ്പാദന പദ്ധതി നടത്തിപ്പിലാണ് കോടികളുടെ ക്രമക്കേട് ആരോപിക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് ഏതാണ്ട് 237 കോടി രൂപ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കൈമാറിയത് പ്രത്യേക രേഖകളൊന്നും അല്ലെങ്കിൽ കൃത്യമായ മാർഗരേഖകളൊന്നും ഇല്ലാതെയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രതിയായി ഉന്നയിക്കുന്ന ആരോപണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ക്രമക്കേടുകളിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ വൈസ് ചാൻസലറായിരുന്ന സിസ തോമസ് ഗവർണർക്ക് ഒരു ഇത് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടപടികൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇനി ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഈ സർക്കാർ നൽകിയ ഒരു വിഹിതം എന്നുള്ളത് 94.85 കോടി രൂപയുടെ ഫണ്ടായിരുന്നു. അത് തുടക്കത്തിൽ ഇന്ത്യ ഗ്രാഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെൻറ്റർ എന്ന കമ്പനിക്കാണ് അനുവദിച്ചത്. എന്നാൽ പിന്നീട് ഇതിൻ്റെ നിർവഹണ ഏജൻസിയായി ഡിജിറ്റൽ സർവകലാശാലയെ തന്നെ നിർവഹണ ഏജൻസിയായി നിയമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊരു സർക്കാർ ഒരു തിരുത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയത്. പിന്നീട് ഈ പറയുന്ന പൈലറ്റ് പദ്ധതിക്ക് ഭരണാനുമതി നൽകുകയും അതിനുശേഷം ഈ പറയുന്ന വ്യവസായികൾക്ക് 47.22 കോടി രൂപ, കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയം 37.63 കോടി രൂപ, വ്യവസായ സംഘടനകൾ 10 കോടി രൂപ എന്നുള്ളതായിരുന്നു ആദ്യ വിഹിതം എന്നുള്ളത്. അങ്ങനെ ഒന്ന് മാർഗരേഖകൾ നൽകാതെ ഈ പണം കൈമാറി എന്നുള്ളതാണ് ക്രമക്കേട് ആരോപണവുമായി പ്രധാനപ്പെട്ട ആരോപണമായി വരുന്നത്. അതോടൊപ്പം തന്നെ ഫൈനാൻസ് ഓഫീസർ പോലും ഇല്ലാതെയാണ് സർവകലാശാലയിൽ ഇത്രയും കോടി രൂപ കൈകാര്യം ചെയ്തത് എന്നുള്ളതിനെ പറ്റിയുള്ള ആരോപണങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ രേഖകൾ ഇക്കാര്യത്തിലില്ല എന്നുള്ളതുമായിരുന്നു നേരത്തെ കണ്ടെത്തിയത്. ഇത് വൈസ് ചാൻസലറായിട്ടുള്ള സിസ തോമസ് തന്നെയാണ് ഇതിലൊരു റിപ്പോർട്ട് നൽകിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ഗ്രാഫീൻ പദ്ധതി നടത്തിപ്പിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൻ്റെ നടത്തിപ്പ് സംഭവിച്ചും അല്ലെങ്കിൽ അതിൻ്റെ രേഖകൾ സംബന്ധിച്ചും ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കമ്പനിയുടെ രൂപീകരണത്തിൽ സുതാര്യതയില്ല, അതോടൊപ്പം തന്നെ വിലാസത്തിലെ പൊരുത്തക്കേടുണ്ട്, പദ്ധതി നിർവഹണത്തിൽ വ്യക്തതയില്ലായ്മയുണ്ട്, ഫണ്ട് വിനിയോഗത്തിലെ ക്രമക്കേടുകളുണ്ട്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ആയിരുന്ന സിസ തോമസ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നതും ആ റിപ്പോർട്ടിലാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നടപടികൾ ഗവർണർ തന്നെ നേരിട്ട് ആരംഭിച്ചിരിക്കുന്നതും. കൃഷ്ണരാജ്, അല്ല, ഇതിപ്പോൾ ഈ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ സിസ തോമസ്. ഈ ഗവർണറുടെ നടപടി എന്താകും? ഈ സിസ തോമസ് ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. സർക്കാർ എപ്പോഴും സിസ തോമസിനെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ പലപ്പോഴും അവർ ചൂണ്ടിക്കാട്ടുകയും അല്ലെങ്കിൽ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അതേപോലെ റാൻ മൂളുന്ന ഒരു സ്വഭാവം അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. സർക്കാരുമായി പലവിധ ഫൈറ്റുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് വൈസ് ചാൻസലർ ആയിരുന്ന ആൾ തന്നെ പോകുമ്പോൾ അതിൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ സ്വഭാവം എന്ന് പറയുന്നത് അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ വളരെ
കർശനമായ നടപടി സ്വീകരിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രാഥമികമായി VC നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ വാസ്തവികത പരിശോധിക്കുകയായിരിക്കും ആദ്യം ഗവർണർ ചെയ്യുക. അതിനുശേഷം ഈ വിഷയത്തിൽ കൃത്യമായി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സർക്കാരിന് ഒരു കത്ത് നൽകാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ റിപ്പോർട്ട് അദ്ദേഹം പരിശോധിക്കുകയാണ്. പ്രാഥമികമായി ഈ ആരോപണങ്ങളിൽ ശരിയുണ്ട് എന്നുള്ളത് തന്നെയാണ് രാജ്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന വിവരം. പ്രത്യേകിച്ച് ഈ കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ പദ്ധതി നടത്തിപ്പിനായിട്ടുള്ള കമ്പനിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തതകളാണ്. ഇത്രയധികം കോടി രൂപ സർവകലാശാലയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായൊരു ഫിനാൻസ് ഓഫീസർ പോലും ഇല്ലാത്തൊരു സാഹചര്യം എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ അഡ്രസ്സുമായി ബന്ധപ്പെട്ട വിവിധ പൊരുത്തക്കേടുകൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുതാര്യതയില്ലായ്മ, അതിൽ ഏതൊക്കെ രീതിയിൽ ഫണ്ട് ചെലവഴിച്ചു, എവിടെയൊക്കെയാണ് ഫണ്ട് ചെലവഴിച്ചു, എത്ര കോടി രൂപ എങ്ങോട്ട് പോയി എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായൊരു ഉത്തരം നൽകാൻ സർവകലാശാലയ്ക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് വൈസ് ചാൻസലർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ വൈസ് ചാൻസലർ തോമസ് ആയിരിക്കുമ്പോൾ തന്നെ സർക്കാരുമായിട്ടുള്ള പല ഏറ്റുമുട്ടലുകൾ, സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷ അല്ലെങ്കിൽ സംഘടനകളിൽപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സമാനമായ രീതിയിൽ ഈ ഉദ്യോഗസ്ഥരുടെ അടക്കം നേതൃത്വത്തിൽ നടന്നൊരു ക്രമക്കേട് എന്ന നിലയിൽ തന്നെയാണ് വൈസ് ചാൻസലർ ഈ വിഷയം ചൂണ്ടിക്കാട്ടുന്നതും ഗവർണർക്ക് അത്തരമൊരു റിപ്പോർട്ട് നൽകിയതും. എന്തായാലും അദ്ദേഹം പ്രാഥമിക നടപടികൾ ആരംഭിക്കുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്ന വസ്തുതകളുടെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഗവർണർ ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികൾക്കായി ഗവർണർ ശുപാർശ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുക. കൃഷ്ണരാജ്. ശരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോസ് ചാൻസലറായ കേരള ഡിജിറ്റൽ സർവകലാശാല നിർവഹണ ഏജൻസിയായ ഗ്രാഫീൻ ഉൽപാദന പദ്ധതി നടത്തിപ്പിൽ കോടികളുടെ ക്രമക്കേടെന്ന ആക്ഷേപം വരുന്നു. റിപ്പോർട്ടിലുണ്ട്, സിസ തോമസിൻ്റെ റിപ്പോർട്ടിൽ ഇക്കാര്യമുണ്ട്. ഗവർണർ നടപടിയെടുക്കും എന്നാണ് കരുതേണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയതാളം നിലയ്ക്കുന്നു. സ്റ്റെൻറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കിട്ടാനില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ മാസം 10-ാം തീയതി വരെയുള്ള ശസ്ത്രക്രിയകൾക്ക് മാത്രമാണ് ഉപകരണങ്ങൾ സ്റ്റോക്കുള്ളത്. അതിനുശേഷം എന്താകുമെന്നതിനെക്കുറിച്ച് അധികൃതർക്കും ധാരണയില്ല. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, ഇതിപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം, അവിടെയാണ് ഉപകരണങ്ങളില്ല, ക്ഷാമമാണ്, 10-ാം തീയതി കഴിഞ്ഞാൽ എന്താകും എന്നറിയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും ഗുരുതരമായ അനാസ്ഥയ്ക്ക് മറ്റൊരു തെളിവോ ഇത്? തീർച്ചയായും കൃഷ്ണരാജ്, നിരവധി തവണയാണ് ഈ മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയകൾ താളം തെറ്റുന്നു എന്ന് നമ്മൾ തന്നെ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇനി 10 ദിവസത്തേക്ക് മാത്രമേ ഈ സ്റ്റെൻറ്റ് ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഉള്ളൂ എന്നൊരു വാർത്തയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ പ്രധാനമായും ഈ വിതരണ കമ്പനിക്കാരുമായി സംസാരിച്ചിരുന്നു. കമ്പനിക്കാർ എടുത്തു പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 163 കോടി രൂപയാണ് ഇവർക്ക് കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അവർ ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ സന്ദേശം അയച്ചിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള മറുപടിയും ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ സ്റ്റെൻറ്റ് പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഈ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്ക് മറ്റു മരുന്നുകൾ നൽകി പറഞ്ഞുവിടുന്ന ഒരു സംവിധാനത്തിലേക്ക് ആരോഗ്യ മേഖല പോയിരിക്കുന്നു. ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് അഭിപ്രായം പറയുന്ന ആരോഗ്യമന്ത്രിയുടെ നാട്ടിലാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണരാജ്, നിരവധി തവണ കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു പ്രശ്നവുമായി വിതരണക്കാർ രംഗത്ത് വന്നിരുന്നു. ആ സമയം അവർ പ്രത്യക്ഷത്തിൽ സമരരംഗത്ത് എത്തിയില്ലെങ്കിലും ഈ സ്റ്റെൻറ്റ് വിതരണം നിർത്തിവെച്ചിരുന്നു. ഈ മാസം സെപ്റ്റംബർ 1 മുതലാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം അവർ നിർത്തിവെച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഈ കുടിശ്ശിക നൽകാതെ ഇനി ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ വിതരണം അവർ നടത്തില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിലേക്കാണ് ഈ വിതരണ കമ്പനിക്കാർ അല്ലെങ്കിൽ കരാറുകാർ എത്തി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ രോഗികൾ എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൃഷ്ണരാജ്. ശരി. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾക്കുള്ള ഉപകരണങ്ങൾ 10-ാം തീയതി വരെ മാത്രമാണ് സ്റ്റോക്കുള്ളത്. അത് കഴിഞ്ഞാൽ എന്താകും എന്ന് ഇപ്പോഴും ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്. കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ ഉദ്യോഗസ്ഥർക്ക് എതിരായ നടപടിയിൽ നിയമോപദേശം കാത്ത് പോലീസ്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് DGP. DIGയുടെ അച്ചടക്ക നടപടി IG പുനഃപരിശോധിക്കും. അതേസമയം അടുത്ത ആഴ്ച നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ ഇതൊരു പ്രധാന വിഷയമാക്കി മാറ്റാനുള്ള തീരുമാനത്തിലാണ്, പ്രക്ഷോഭം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം.
രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ നാണക്കേടിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തീരുമാനം. വിവരങ്ങളുമായി വീണ്ടും പ്രജിത് മോഹനൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഇതിപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരമായി കൂടി UDF കാണുന്നുണ്ട്. എന്താണ് UDF-ൻ്റെ നീക്കം? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മറച്ചു പിടിക്കാനുള്ള ഒരു ആയുധമായി ഈ വിഷയത്തെ കണ്ട് പ്രക്ഷോഭം ശക്തമാക്കുമോ? കൃഷ്ണരാജ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയത് വലിയൊരു നാണക്കേടാണ്. പ്രത്യേകിച്ച് ഒരു വലിയ ഒരു സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവുമായിട്ടൊക്കെ രംഗത്ത് പോയി സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഉയർത്തി നിയമസഭാ സമ്മേളനത്തിന് കടക്കും മുമ്പ് തന്നെ സർക്കാരിനെ വലിയ പ്രതിരോധത്തിലൊക്കെ ആക്കാൻ ഉറച്ചു നിന്ന UDF-ന് തലയ്ക്ക് കേട്ട പ്രഹരം പോലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വന്നത്. അതുണ്ടാക്കിയത് വല്ലാത്തൊരു നാണക്കേടാണ്, വല്ലാത്തൊരു ഡാമേജാണ്. അത് കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള ഭയവും UDF-നുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ ഈ പറയുന്ന കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അത് കേരളത്തിലെ മനസാക്ഷിയെ തന്നെ കേരളത്തിൽ മനസാക്ഷ്യത്തിന് നടക്കുന്ന ഒരു പോലീസ് അതിക്രമമായി തന്നെ വിലയിരുത്തപ്പെടുകയുമാണ്. അപ്പോൾ ആ സാഹചര്യം പരമാവധി ഉപയോഗിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് UDF നിലവിൽ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കി നിർത്തി ഇതിൽ കൃത്യമായൊരു നടപടി ഉണ്ടായിട്ടില്ല തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ് അവർ. കഴിഞ്ഞ ദിവസമൊക്കെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നേരിട്ടെത്തിയ യുവാവിൻ്റെ വീട്ടിലെത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിലെത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇയാൾക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരെ കാക്കി ധരിച്ച് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന VD സതീശൻ്റെ വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനയൊക്കെ വന്നതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ്. എന്നാലും നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ഇനി ഏതാണ്ട് 10 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഒരാഴ്ച കൂടി കഴിയുമ്പോഴത്തേക്കും നിയമസഭാ സമ്മേളനത്തിൻ്റെ പ്രാഥമിക നടപടികൾ ആരംഭിക്കുകയും 15-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ വിഷയം പരമാവധി ഉയർത്തി നിർത്തി പോലീസിൻ്റെ ക്രൂരതകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും പ്രത്യേകിച്ച് സെപ്റ്റംബർ 10-ന് ഈ പറയുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ഒരു ജനകീയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു പ്രതിഷേധത്തിലൂടെ മുന്നോട്ട് പോകുന്നു. പിന്നീട് നിയമസഭയിലും ഈ വിഷയം വലിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് UDF ലക്ഷ്യമിടുന്നത്. അതുവഴി ഈ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് അതിനൊരു രണ്ടാം നിരയിലേക്ക് ആ വിവാദം പോകട്ടെ എന്നുള്ളത് തന്നെയാണ് UDF-ൻ്റെ കണക്കുകൂട്ടലുകൾ. എന്തായാലും ഈ പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് 2 ദിവസം മുമ്പാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട DGP നിയമോപദേശം തേടിയത് സംബന്ധിച്ച വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് DIG-യുടെ നടപടികൾ പ്രജിത് മോഹനൻ. ഡൽഹിയിൽ പ്രതാപ് നഗറിൽ 2 പേർ വെടിയേറ്റു മരിച്ചു. ഹർഷ് വിഹാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സുധീർ എന്ന വണ്ടി, രാധേ പ്രജാപതി എന്നിവർ ആക്രമികളുടെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്. പരുക്കേറ്റ 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ചിരുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് സംഭവസ്ഥലം ഫോറൻസിക് വിഭാഗം പരിശോധിച്ചെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചെന്നും പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണ ഒപ്പം ചേർന്നു. ജിഷ്ണു, എന്താണ് ഉണ്ടായത്? അജ്ഞാതരുടെ വെടിയേറ്റ് 2 പേർ മരിച്ചത്. ഹർഷ് വിഹാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ സംഭവത്തിൽ സുധീർ എന്ന ബണ്ടി കൂടാതെ രാധേ പ്രജാപതി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരെ വെടിയേറ്റ ശേഷം ബന്ധുക്കളും അടുത്തുള്ളവരും ചേർന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ മരണപ്പെടുകയായിരുന്നു. ആരാണ് വെടിവെച്ചത് എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അന്വേഷണം തുടരുകയാണ്. സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. രാത്രി 8 മണിയോടുകൂടിയാണ് പ്രതാപ് നഗറിൽ ഹർഷ് വിഹാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 അക്രമികൾ ഇത്തരത്തിൽ വെടിയുതിർത്തത്. അതിൽ 2 പേർ കൊല്ലപ്പെട്ടു. സുധീർ എന്ന ബണ്ടി, രാധേ പ്രജാപതി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമികളെ കണ്ടെത്താനുള്ള ശ്രമമാണിപ്പോൾ പോലീസ് നടത്തുന്നത്. ഒപ്പം ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, ആയുധം കൈവശം വയ്ക്കൽ, ഒപ്പം കൊലപാതകം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഉടൻ തന്നെ പ്രതികളെ കണ്ടെത്താനാകും എന്നുമാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കൃഷ്ണരാജ്. ശരി. ഡൽഹി പ്രതാപ് നഗറിൽ വെടിവെപ്പ്, 2 പേർ മരിച്ചു. അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പോലീസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. അപ്പോൾ ഇന്ന് പുത്തൻപുലരി കഴിഞ്ഞ ദിവസത്തെ പോലെ 1.5 മണിക്കൂർ മാത്രമാണ്. ഇനി ഓണപരിപാടികളിലേക്ക് പോവുകയാണ്, ഓണവിശേഷങ്ങളിലേക്ക് പോവുകയാണ്. പുത്തൻപുലരി പൂർണ്ണമാകുന്നു. ഒരു നല്ല അവിട്ടം ദിനമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമസ്തേ.